അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവപാദപീഠത്തിൽ നമുക്കൊന്നിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒരു വിശുദ്ധ ആരാധനയിലൂടെ ഒന്നിച്ച് നമ്മുടെ കർത്താവിനെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമാകുവാൻ, പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുവാൻ, വചനത്തിലൂടെ ആത്മീക ശുശ്രൂഷകളിലൂടെ ആമേൻ വെളിപ്പെടുന്ന ദൈവിക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമാകുവാൻ, അതിലുപരിയായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകുവാൻ നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവസന്നയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്തു വരികയാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗം എൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കുന്ന തിരുവചനത്തിൽ വായിക്കുന്ന പോലെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ നന്മകളെ വർണ്ണിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ഈ ആരാധന ഹോളിൽ ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ഹാർവസ്റ്റ് ടിവിയിലൂടെ ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ടവരോട് ചേർന്ന് കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ സഭയായി ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിവിധയിടങ്ങളിൽ ഈ ശുശ്രൂഷയെ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നവരെ ദൈവവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ഈ ആരാധനയെ സംബന്ധിക്കുമ്പോൾ അവർ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വിടുതലുകൾ, നന്മകൾ, ദൈവപ്രവൃത്തികൾ കാണുവാനിടയാക്കണം. കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണല്ലോ. ഒരു കാലത്ത് ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായി വാഗ്ദത്തങ്ങളിൽ നിന്ന് അന്യപ്പെട്ട് ജാതികളായിരുന്നു ഞങ്ങളെ പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് മക്കളും അവകാശികളുമാക്കി തീർത്തതുകൊണ്ട് ആ മലയിലുമല്ല യെരൂശലേമിലുമല്ല സത്യനമസ്കാരികൾ അവനെ ആത്മാവിലും സത്യത്തിലും അവൻ നമസ്കരിക്കുന്ന നാളുകൾ വന്നിരിക്കുന്ന വചനപ്രകാരം ആത്മാ നിറവോടെ അഭിഷേക ശക്തിയോടെ വചനത്തിൻ്റെ സത്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകിയിരിക്കാൻ സ്തോത്രം. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അഭിഷക്തദാസനെ ശക്തിയോടെ ഞങ്ങളുടെ മധ്യ ഇന്ന് പകലും ഉപയോഗിക്കണമേ. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുവാൻ നിന്റെ ദാസന്മാരെ പുതിയ അഭിഷേകത്തോടെ നിറയ്ക്കണമേ. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഓരോ ഭവനങ്ങൾക്കോ ഓരോ വ്യക്തികൾക്കോ ഈ പ്രാർത്ഥനയിൽ ആരാധന സംബന്ധിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാകുവാനിടയാക്കണം. ഞങ്ങളുടെ കർത്താവ് ആമേൻ ഇതുവരെയും വന്നിട്ടില്ല എന്ന് ഞങ്ങൾ കർത്താവെ അറിയുന്നല്ലോ. വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. പ്രത്യാശയുള്ള ജീവിതം നയിപ്പാനിടയാക്കണമേ. കർത്താവെ, വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ ആരാധന മുഖാന്തരം എല്ലാവർക്കും കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം തിരുമേനിക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് വേണ്ടി നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം കൊണ്ട് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. വിശുദ്ധ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നാം കർത്താവിനെ പാടി ആരാധിക്കാൻ പോവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കൊയർ നമ്മോടൊപ്പമുണ്ട്. തുടർന്ന് നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. ആരാധന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ദൈവദാസന്മാരെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വീണ്ടും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ, അതുപോലെ തന്നെ ഓൺലൈനിലൂടെ ഹാർവസ്റ്റ് ടിവിയിലൂടെ വിവിധ മാധ്യമങ്ങളിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ പോകുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയും, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷമാണ്, ദൈവത്തിന് പ്രസാദമാണ് ദൈവത്തെ ഒന്നിച്ച് ആരാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. അതുകൊണ്ട് സന്തോഷത്തോടെ ഇന്ന് കർത്താവിനെ ആരാധിപ്പാനിടയായി തീരണം. അവർക്ക് സന്തോഷമുണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിൽ. ഹല്ലേലൂയ. ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്താൻ പോവുക. നമ്മളെല്ലാം ദൈവം തിരഞ്ഞെടുത്തവർ, ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം തിരഞ്ഞെടുത്ത, ആരും തിരഞ്ഞെടുപ്പിന് പ്രകാരം അല്ലാതെ ആരും ഇവിടെ വന്നിട്ടില്ല. ആമേൻ. ലോകത്തിൻ്റെ തിരഞ്ഞെടുപ്പും കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പും വ്യത്യസ്തമാണ്. ആമേൻ. ലോകം തിരഞ്ഞെടുക്കുന്നത് അവൻ്റെ യോഗ്യത നോക്കി, വിദ്യാഭ്യാസ യോഗ്യത നോക്കി, ടാലൻറ്റ് നോക്കിയൊക്കെയാണ് ഹല്ലേലൂയ അവരെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ദൈവം നമ്മളെ കാണാതെ നമ്മളെ തിരഞ്ഞെടുത്ത്. ആമേൻ. നാം ഉരുവാകുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, പിണ്ണാകാരമാകുന്നതിന് മുമ്പാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത്. ഒരു യോഗ്യത നോക്കിയിട്ടല്ല കർത്താവ് തിരഞ്ഞെടുത്ത്. ഹല്ലേലൂയ. ടാലൻ്റൊന്നും നോക്കിയല്ല. ദൈവം നമ്മളോട് കരുണ തോന്നി. അതുപോലെ ആ നല്ല കർത്താവിനെ നന്ദിയോടൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ യോഗ്യതയുള്ളവരൊന്നും ആയിരുന്നില്ല.
മുക്കുവരായിരുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പോലും അറിയാത്ത വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്തു. ഇതുപോലെ കാലം ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിക്ക് ദൈവിക അഭിഷേകം അവൻ്റെ മേൽ പകർന്ന്, ദൈവിക ക്വാളിഫിക്കേഷൻ അവൻ്റെ മേൽ ദൈവം പകരും. ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇതുപോലെ കാലം തിരഞ്ഞെടുത്ത ദൈവത്തെ നന്ദിയോടെ ഒരു പ്രാവശ്യം കൂടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ടെ. ഞാൻ നിൽക്കുന്നത് കൃപയാല, എന്നെ തിരഞ്ഞെടുത്തത് കൃപയാല. എൻ്റെ കഴിവ് നോക്കിയിട്ടല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഇത് കൃപയാ. ആമേൻ. എന്നെ പേര് ചൊല്ലി വിളിച്ചത് കൃപയാ. എന്നെ വലിയവനാക്കിയത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് നന്ദിയോടെ ആ കൃപയ്ക്കായി നന്ദിയോടൊന്ന് സ്തുതിച്ചാട്ടെ, അതരങ്ങൾ തുറന്ന്. ഹല്ലേലൂയ. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. കരങ്ങൾ ഉയർത്തി പാടിയാട്ടെ. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ചേർന്ന് പാടിയിട്ട് ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ തൻ്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ചേർന്ന് പാടിയാട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ തൻ്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ആ കൃപയ്ക്കായി, നിൻ മഹാ കൃപയ്ക്കായി നന്ദിയോടെ പാടിയാട്ടെ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ, നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. അതുകൊണ്ട് നന്ദിയോടെ. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതന്മേൽ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ. പാടിയാട്ടെ. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതന്മേൽ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ. കരങ്ങൾ ഉയർത്തി പാടിയാട്ടെ. കൃപയ്ക്കാ, നിൻ മഹാ നന്ദിയോടെ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. അവിടുത്തെ കൃപയ്ക്കാ, നിൻ മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവകാശവും പാടിയാട്ടെ. യേശുവിൻ ഭാഗ്യം, യേശുവിൻ ഭാഗ്യ സന്നിധിയും നീതിയിൻ വാടമൂടികളും തന്മക്കൾക്കു സ്വർഗേ ലഭിക്കും. നാശമില്ലാത്ത അവകാശം, നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യ സന്നിധിയും നീതിയിൻ വാടമൂടികളും
നന്മക്കൾക്കു സ്വർഗേ ലഭിക്കും. അതുകൊണ്ട് നിൻ മഹാകൃപയ്ക്കായി, നിൻ മഹാകൃപയ്ക്കായി ഓ യേശുവേ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ മഹാകൃപയ്ക്കായി നന്ദിയോടെ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ നന്ദിയോടെ പാടിയ ഹല്ലേലൂയ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചി. ഒരു പ്രാവശ്യം കൊണ്ട് നിൻ മഹാകൃപയ്ക്കായി, നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്. ഹല്ലേലൂയ ആമേൻ. നമ്മുടെ ദൈവം കരുണാസമ്പന്നനാ അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട് കരുണാസമ്പന്നനായ ദൈവമേ. കരുണയുടെ സമ്പന്നനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. കരുണ തോന്നുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഒരിക്കൽ ഹല്ലേലൂയ ഒരു കുരുടൻ ഹല്ലേലൂയ ഇങ്ങനെ നിലവിളിച്ചു, ഹല്ലേലൂയ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. അവനോട് കരുണ തോന്നി. അവൻ്റെ ഹല്ലേലൂയ ജാതിയൊന്നും അന്വേഷിച്ചിട്ടല്ല കർത്താവ് അവനെ സൗഖ്യമാക്കിയത്. ഹല്ലേലൂയ കരുണ തോന്നി അവനെ സൗഖ്യമാക്കി. ആമേൻ. കരയുന്നവരോട് കൂടെ കരയുന്നവനാണ് എൻ്റെ കർത്താവ്. സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ലാസറിൻ്റെ കല്ലറയ്ക്കൽ ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് യേശു കണ്ണുനീർ വാർത്തു. ആമേൻ. കരുണയുള്ള ദൈവത്തെ നാം സേവിക്കുന്നത്. എത്ര വിശ്വസിക്കുന്നു? ഇതുപോലെ കാലം നമ്മളോടും കരുണ തോന്നും. ഇതുപോലെ കാലം എൻ്റെ ഹല്ലേലൂയ ദുഃഖം ദൈവത്തോട് ഞാൻ പറയുമ്പോൾ എന്നോട് കരുണ തോന്നുന്ന ഒരു ദൈവത്തെ ഞാൻ സേവിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. പത്രോസ് ഇപ്രകാരം പറയും, നാഥാ രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വിലയിറക്കാം. ഹല്ലേലൂയ. അവർ അധ്വാനിച്ച കാര്യം കർത്താവിനോട് പറഞ്ഞു, എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ, ഞാനത് അധ്വാനിച്ചു, പക്ഷേ എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല. അത് തുറന്നു പറഞ്ഞപ്പോൾ കർത്താവ് അവൻ്റെ പടകിൽ കയറി ആഴത്തിലേക്ക് ഹല്ലേലൂയ വലയെ വീശാൻ പറഞ്ഞപ്പോൾ അവൻ്റെ പടകിനെ ദൈവം നിറച്ചതുപോലെ ഇതുപോലെ കാലം നീ ഹൃദയം തുറന്നു പറയുമ്പോൾ ഇതുപോലെ കാലം ദൈവം കേൾക്കും. കരുണ തോന്നുന്ന ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഹല്ലേലൂയ. മേഴ്സിഫുൾ ഗാഡ്. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നേ, ഹല്ലേലൂയ മറവിടത്തിൽ എന്നെ മറയ്ക്കണേ നാഥ, മരുവിൽ മറവിടം നീ മാത്രമേ ഉള്ളൂ. മനുകുലത്തിൽ മാനവരെല്ലാം എന്നെ മറന്നപ്പോൾ എന്നെ സ്നേഹിച്ചൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. മനുഷ്യൻ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് മനുഷ്യൻ അറിയത്തില്ല, പുറമേ ഉള്ളത് നോക്കിയിട്ടാണ് വിധിക്കുന്നത്. പക്ഷേ കർത്താവ് ഹൃദയത്തിലുള്ളതിനെ കണ്ടിട്ട് നമ്മളോട് കരുണ തോന്നുന്ന ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തെ നമ്മൾ ഒന്നിച്ചൊന്ന് ആരാധിക്കാൻ പോയി. ഇതുപോലെ കാലം ആരാധിക്കുമ്പോൾ തന്നെ പറയണം, കർത്താവേ എന്നോടൊന്ന് കരുണ തോന്നണമേ, എൻ്റെ വിഷയത്തിന് മേലൊന്ന് പ്രവർത്തിക്കണമേ. ഇതുപോലെ കാലം ദൈവം കരുണ തോന്നുന്ന ഒരു ദിവസമായി തീരട്ടെ. നമുക്കൊന്നിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് സന്തോഷത്തോടെ ഹല്ലേലൂയ. മറവിടത്തിൽ എന്നെ മറയ്ക്കണേ നാഥ, മരുവിൽ മറവിടം നീ മാത്രം. മനുകുലത്തിൽ എന്നെ മാനവരെല്ലാം മറന്നപ്പോൾ നീ കരുതിയല്ലോ. മറവിടത്തിൽ എന്നെ മറയ്ക്കണേ നാഥ, മരുവിൽ മറവിടം നീ മാത്രം. മനുകുലത്തിൽ എന്നെ മാനവരെല്ലാം മറന്നപ്പോൾ നീ കരുതിയല്ലോ. എൻ്റെ കണ്ണീർ തുടച്ചവനെ, എന്നെ മാർവോടു ചേർത്തവനെ. പാടിയാടേ. എൻ്റെ കണ്ണീർ തുടച്ചവനെ, എന്നെ മാർവോടു ചേർത്തവനെ. അതുകൊണ്ട് നന്ദിയോടെ ഞാൻ പാടിയിടുമേ മണ്ണിൽ ഞാനുള്ള നാളുകൾ.
നന്ദിയോടെ ഞാൻ പാടിയിടുമേ മണ്ണിൽ ഞാനുള്ള നാളുകൾ. പറഞ്ഞാട്ടെ, മറവിടത്തിൽ എന്നെ മറയ്ക്കണേ നാഥ, മരുവിൽ മറവിടം നീ മാത്രം. മനുകുലത്തിൽ എന്നെ മാനവരെല്ലാം മറന്നപ്പോൾ നീ കരുതിയല്ലോ. മനുകുലത്തിൽ എന്നെ മാനവരെല്ലാം മറന്നപ്പോൾ നീ കരുതിയല്ലോ. ഞാൻ ഭാരത്താൽ വലഞ്ഞപ്പോൾ എൻ്റെ ചാരത്തായി അണഞ്ഞവനെ. പാടിയാട്ടെ, ഞാൻ ഭാരത്താൽ വലഞ്ഞപ്പോൾ എൻ്റെ ചാരത്തായി അണഞ്ഞവനെ. രോഗത്തിലെന്നെ താങ്ങിയോനെ, വിടുതൽ പകർന്നവനെ. ഹല്ലേലൂയ. രോഗത്തിലെന്നെ താങ്ങിയോനെ, വിടുതൽ പകർന്നവ. നല്ല കർത്താവിനെ നന്ദിയോടെ. മറവിടത്തിൽ എന്നെ മറയ്ക്കണേ നാഥ, മരുവിൽ മറവിടം നീ മാത്രം. മനുകുലത്തിൽ എന്നെ മാനവരെല്ലാം മറന്നപ്പോൾ നീ കരുതിയല്ലോ. മനുകുലത്തിൽ എന്നെ മാനവരെല്ലാം മറന്നപ്പോൾ നീ കരുതിയല്ലോ. എൻ്റെ കണ്ണീർ തുടച്ചവനെ, എന്നെ മാർവോടു നന്ദിയോടെ പാടിയാടേ. എൻ്റെ കണ്ണീർ തുടച്ചവനെ, എന്നെ മാർവോടു ചേർത്തവനെ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ മണ്ണിൽ ഞാനുള്ള നാളുകൾ. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ മണ്ണിൽ ഞാനുള്ള നാളുകൾ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ മണ്ണിൽ ഞാനുള്ള നാളുകൾ. മറവിടത്തിൽ എന്നെ മറയ്ക്കണേ നാഥ, മരുവിൽ മറവിടം നീ മാത്രം. മനുകുലത്തിൽ എന്നെ മാനവരെല്ലാം മറന്നപ്പോൾ നീ കരുതിയല്ലോ. മനുകുലത്തിൽ എന്നെ മാനവരെല്ലാം മറന്നപ്പോൾ നീ കരുതിയല്ലോ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. പാടിയാട്ടെ, പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ ഇന്നു പ്രാപിക്കാം. വിടുതൽ ഇന്നു പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. യെസ്, വിശ്വാസത്തോടെ ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ. ആത്മാവിൽ ഒന്ന് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ ഇന്നു പ്രാപിക്കാം. വിടുതൽ. യാചിപ്പീൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ. ധൈര്യമായിട്ട് യാചിച്ചാട്ട്. യാചിപ്പീൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ ഇന്നു പ്രാപിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോ. യെസ്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമായി. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമായി.
പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ. ഹല്ലേലൂയ. നന്ദിയോടെ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ, അവൻ വല്ലഭൻ. വിടുതൽ ഇന്നു പ്രാപിക്കാം, വിടുതൽ ഇന്നു പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ യെസ് ശക്തിയോടെ ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ നല്ലവൻ, അവൻ വല്ലഭൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ നല്ലവൻ, അവൻ വല്ലഭൻ. വിടുതൽ ഇന്നു പ്രാപിക്കാം, വിടുതൽ ഇന്നു പ്രാപിക്കാം. പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ആരാധനയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കാനിടയായി നമ്മുടെ കർത്താവിനെ പാടി ആരാധിപ്പാൻ, ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ, ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ വിശുദ്ധ ആരാധനയിൽ ദൈവം നമുക്കിടയാക്കിക്കൊണ്ടിരുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവദിന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ പോകുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ഈ ഹാർവസ്റ്റ് ടിവിയിലൂടെ മറ്റ് മീഡിയയിലൂടെയൊക്കെ ഈ വിശുദ്ധ ആരാധനയിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ആരാധനയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ ആരാധന ആലയത്തിൽ കടന്നു വന്ന് ഒരുമിച്ചായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ വചന ശുശ്രൂഷ, ഈ ആരാധന ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ജീസസ് വോയിസ് ഫാമിലിയാണ് ഈ മീറ്റിങ്ങിന് മുന്നിൽ നിൽക്കുന്നത്. ഈ സഭയിലുള്ള സകല കുടുംബങ്ങളും ഒന്നിച്ച് ചേർന്ന് ഈ ആരാധനയിൽ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഈ ഈ ലൈവ് ടെലികാസ്റ്റ് ഈ ഹാർവസ്റ്റ് ടി വിയിലൂടെ കേൾക്കുകയും കാണുകയും ചെയ്യുവാനൊക്കെ അവസരങ്ങൾ സഭ ഒരുക്കിയിരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ വലിയദാസൻ പാസ്റ്റർ അനി ജോർജ് അവരുടെ വെഡിങ് ആനിവേഴ്സറിയുടെയാണ്. ആ വെഡിങ് ആനിവേഴ്സറിയിൽ പ്രത്യേകം ദൈവദാസനെയും കുടുംബത്തെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവരെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ കുടുംബമായി വിവിധ ഇടങ്ങളിൽ, രാജ്യങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ ശക്തമായി നിൽക്കുവാൻ, ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കുടുംബജീവിതത്തെ കർത്താവ് ഇത്രത്തോളം ആദരിച്ചു. സഭ മുഴുവനായി ദൈവദാസന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടച്ച് ദൈവദാസന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. വരും കാലങ്ങളിൽ വളരെ ശക്തിയോടെ കർത്താവിൻ്റെ വചനം പ്രസംഗിപ്പാൻ, രാജ്യങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ, ആയിരങ്ങളെ ക്രിസ്തുവിലേക്ക് നേടുവാൻ, അനേകരെ സ്നാന കുളത്തിലേക്ക് ഇറക്കുവാൻ, അനേകരെ പരിശുദ്ധാത്മ നിറവിൻ്റെ ശുശ്രൂഷയിലേക്ക് നയിക്കുവാൻ, പുതിയ അഭിഷേകം കൊണ്ടും പുത്തൻ ശുശ്രൂഷ കൊണ്ടും കർത്താവിൻ്റെ ദാസനെ കുടുംബമായ ദൈവം അനുഗ്രഹിപ്പാൻ നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ സഭയായി ഞങ്ങൾക്ക് അവസരം തന്നല്ലോ. ലോകമെമ്പാടും ഞങ്ങളെ സ്നേഹിക്കുന്ന, ദൈവസഭയെ സ്നേഹിക്കുന്ന ധാരാളം ദൈവമക്കളോട് ഒരുമിച്ച് ഹാർവസ്റ്റ് ടി വിയിലൂടെ ഈ ആരാധനയിൽ ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അനി ജോർജ് അവർക്കായി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയ്ക്ക് നേതൃത്വം നൽകുവാൻ എൻ്റെ ദാസനെ ദൈവം വിളിച്ച് വേർതിരിച്ചല്ലോ. ശുശ്രൂഷകളോടുകൂടെ കുടുംബമായി വിവിധ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, വിശേഷാൽ ജീസസ് വോയിസ് ചർച്ചിൻ്റെ പ്രവർത്തനങ്ങളുള്ള ബന്ധത്തിൽ വിവിധ തലങ്ങളിൽ കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയിൽ കുടുംബമായി ദൈവം നിർത്തുന്ന കൃപകൾക്കായി സ്തോത്രം. ഒരു പുതിയ വർഷത്തിലേക്ക്, അവരുടെ കുടുംബജീവിതത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തല്ലോ. അവരുടെ തലമുറകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കായി, കൊച്ചു മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി കർത്താവരെ അനുഗ്രഹിക്കണമേ. അവരെല്ലാവരും കർത്താവിൻ്റെ വേലയിൽ അധികം വർദ്ധിച്ചു വരുവാൻ ഇന്ന് പകൽ ഞങ്ങൾ സഭയായി നിന്റെ ദാസനെ കുടുംബത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. ആമേൻ. ഏലിയാവിൽ നിന്ന് എലീശയിലേക്ക് പകർന്നതുപോലെ ഒരു ഇരട്ടി പങ്കൻ്റെ അഭിഷേകത്തോടുകൂടെ വരും ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ ശക്തമായി നിൽക്കുവാൻ കർത്താവ് ദൈവം തൻ്റെ ദാസൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയോടെ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, പുത്തൻ ശുശ്രൂഷകൾ ചെയ്യുവാൻ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, വെളിപ്പാടിൻ്റെ തലങ്ങളിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളാലും തൻ്റെ ദാസൻ്റെ ശുശ്രൂഷയിലൂടെ ദൈവവചനത്തെ ഉറപ്പിക്കുവാൻ, ദൈവരാജ്യത്തിലേക്ക് അനേകരെ ആകർഷിക്കുവാൻ കർത്താവിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ദൈവജനം സംസാരിക്കുമ്പോൾ ആമേൻ നിശ്ചയത്തോടും അഭിഷേകത്തോടും കൂടെ വചനം ശുശ്രൂഷിപ്പാൻ പുത്തൻ കൃപകളാൽ നിറയ്ക്കണമേ. ഞങ്ങളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ.
കർത്താവ് നമ്മെ വീണ്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന നാം ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അന്നി ജോർജ് അവറുകൾ തുറന്നാധികാരിയുമായി ദൈവം എന്ന് സംസാരിക്കും. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ ആദരവോട് ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് താണ ഇരിക്കാം. വചനം തുറക്കാം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. മതി. ഇവിടെ പ്രവാചകനായ യെശയ്യാവ് പരിശുദ്ധാത്മ നിയോഗത്തോടെ ദൈവത്തിൻ്റെ ജനത്തോട് പ്രവചിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അല്പം മിനിറ്റുകൾ ഈ വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. നമ്മുടെ ജീവിതം എന്നും ഒരേപോലെ പോയാൽ പറ്റത്തില്ല. പറ്റുമോ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന്? ഞാൻ ഈ ഉപവാസത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ തന്ന ബോധ്യം, ഒരു വലിയ മാറ്റം കർത്താവ് നമുക്ക് തരാൻ പോകുന്നു എന്നുള്ളത്. എന്താണ്? ഒരു വലിയ മാറ്റം തരാൻ പോവുക. ഒരേപോലെ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾക്ക് ദൈവം വലിയ മാറ്റം തരാൻ പോവുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ ജനത്തോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ പോകാൻ ഞാൻ തീരുമാനിച്ച ഒരു വഴിയുണ്ട്. ദൈവം സംസാരിക്കാം. നിങ്ങൾക്ക് പോകാൻ ഞാൻ തീരുമാനിച്ച ഒരു വഴിയുണ്ട്. ആ വഴിയെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അത് പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കുക. അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നീ ദൈവത്തിൽ നിന്ന് ചില അഭ്യസനങ്ങൾ പ്രാപിക്കണം. സ്തോത്രം. വാക്യം ശ്രദ്ധിക്കണം. ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിലൂടെ നിന്നെ നടത്തുകയും ചെയ്യുന്ന യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പം നിങ്ങൾ ഇച്ചിരൂടെ ഗഹനമായിട്ട് ഈ സന്ദേശത്തിലേക്ക് നമുക്ക് വരാം. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ പോകേണ്ടുന്ന വഴി ദൈവം എനിക്ക് കാണിച്ചു തരും? ഈ ചില ആൾക്കാർ മറ്റൊരാൾ എങ്ങനെ രക്ഷപ്പെട്ടെ അത് നോക്കി ഇവരും രക്ഷപ്പെടാൻ കൊതിക്കുന്നവരുണ്ട്. ഒരാൾ ഒരു നല്ല തുണിക്കട തുടങ്ങി, ആ പുള്ളി ഭയങ്കരമായിട്ട് അങ്ങ് രക്ഷപ്പെട്ടു. അടുത്തൊരാളും പോയി എന്തോ തുടങ്ങരുത്, തുണിക്കട തുടങ്ങരുത്. ഒരാൾ ഒരു കോറി ബിസിനസ് തുടങ്ങി, അപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു. തിരുവല്ലയിലുള്ള എല്ലാവരും കൂടെ പോയി കോറി ബിസിനസ് തുടങ്ങരുത്, പരാജയപ്പെടും. സ്തോത്രം. പച്ചവെള്ളം വിറ്റ് കോടീശ്വരനായവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ് എല്ലാവരും പച്ചവെള്ളം വിൽക്കരുത്, നമ്മൾ പച്ചവെള്ളം വാങ്ങിക്കുക ഇപ്പം ചെയ്യുന്നത് അല്ലേ? മിനറൽ വാട്ടർ വാങ്ങിക്കുകയല്ലേ? ഇങ്ങോട്ട് സഹകരിക്കുക. അപ്പം ഒരാൾ ഇന്ന വഴി കൂടെ രക്ഷപ്പെട്ടു, അതുകൊണ്ട് ഞാനും ഇന്ന വഴി കൂടെ രക്ഷപ്പെടുമെന്നും വിചാരിച്ച് അവർ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. സ്തോത്രം. മറിച്ച് നമ്മളെക്കുറിച്ച് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നത്, ആ പദ്ധതിയിലേക്ക് ദൈവം എന്നെ കൊണ്ടെത്തിക്കണമെന്നായിരിക്കണം പ്രാർത്ഥന. എനിക്കൊരു ദൈവാത്മാവ് ഒരു ബോധ്യം തരുന്നു, നീ താമസിയാതെ എത്തേണ്ട സ്ഥലത്ത് എത്തും. നിനക്ക് പോകേണ്ട കവാടം ദൈവം തുറന്നു തരും. നമുക്ക് മനസ്സിലാകുന്ന ചില സന്ദേശങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വാക്യത്തിലോട്ട് വരാം. അപ്പോൾ അവിടെ എഴുതിയിരിക്കുക, നിന്നെ ഞാൻ അഭ്യസിപ്പിക്കാൻ പോവാ. ദൈവം എന്ത് ചെയ്യാൻ പോവാ? അഭ്യസിപ്പിക്കാൻ പോവാ. നമ്മൾ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, ഈ 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നെങ്കിലേ ഈ അഭ്യസനം എന്ന പദം നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. അത് കൊണ്ടുവന്നിട്ട് നമുക്ക് ദൂതിൻ്റെ പ്രധാനമായ ഭാഗത്തേക്ക് പോകാം. 144-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. 144-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. 144-ാം സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് ദാവീദാണ്. സ്തോത്രം.
ആ ദാവീദ് പറയുക, അവൻ എൻ്റെ കൈകളെ എന്ത് അഭ്യസിപ്പിക്കുന്നു? യുദ്ധം അഭ്യസിപ്പിക്കുന്നു. എൻ്റെ വിരലുകളെ എന്ത് അഭ്യസിപ്പിക്കുന്നു? പോരഭ്യസിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ മുഴുവൻ നമ്മുടെ എതിരാളി മനുഷ്യരാ. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ മുഴുവൻ നമ്മുടെ എതിരാളി പിശാചാ. പഴയ നിയമത്തിൽ നമ്മളോട് പോരാടിയത് മാനുഷിക ശക്തിയാണെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മളോട് പോരാടുന്നത് പൈശാചിക ശക്തിയാണ്. സ്തോത്രം. നമുക്ക് ഈ ഭാഗങ്ങൾ ധ്യാനിച്ചു വരുമ്പോൾ മനസ്സിലാകും. ദാവീദ് പറയാം, നീ എൻ്റെ കൈകളെ എന്ത് അഭ്യസിപ്പിച്ചിരിക്കുന്നു? യുദ്ധം അഭ്യസിപ്പിച്ചിരിക്കുന്നു. അതെങ്ങനെ അഭ്യസിപ്പിക്കുന്നത്? ഈ നമ്മുടെ എല്ലാവരുടെയും പൊതുവിലുള്ളൊരു കാര്യം പറയാം. സാധാരണ ആൾക്കാർക്ക് വരുന്ന പ്രശ്നം നമുക്കും വന്നാൽ നമ്മൾ ഹാപ്പിയാണ്. അവർക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മൾ ഉടനെ നോക്കുന്നത് എന്താ? ഇലക്ട്രിസിറ്റി ബോർഡ് വിളിക്കുമല്ല, ഉടനെ നമ്മൾ ജനൽ തുറന്നിട്ട് അടുത്ത വീട്ടിൽ അവർക്കും പോയെങ്കിൽ നമുക്ക് വലിയ സമാധാനം. എന്നാൽ അവർക്കും കറണ്ട്. ഇപ്പോൾ ഒരാൾ വന്ന് നടുവിന് വേദനയുടെ കാര്യം പറയുമ്പോൾ മറ്റൊരാൾ പറയുക, നിനക്ക് നടുവിനല്ല വേദനയുള്ളൂ, എനിക്ക് ഹാർട്ടിന് 2 ബ്ലോക്കും ഉണ്ട്, കിഡ്നിയും ബ്ലോക്കായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാപ്പിയാണ്. അവർക്കും ഉണ്ടല്ലോ. പക്ഷെ അവർക്കില്ലാത്തൊരു പ്രശ്നം നിനക്ക് വന്നാൽ പിശാചാണത് ചെയ്യുന്നതെന്നും പറഞ്ഞ് നീ പിശാചിൻ്റെ പുറകെ കൂടുന്നതിനേക്കാൾ ഉപരി നീ മനസ്സിലൊരു കാര്യം പറയണം, ദൈവം എന്നെ ആരെയും അഭ്യസിപ്പിക്കാത്ത എന്തോ കാര്യം എന്നെ ദൈവം അഭ്യസിപ്പിക്കാൻ പോവാ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, നീ പോകേണ്ട വഴിയെ നീ എത്തണമെങ്കിൽ ദൈവത്തിൽ നിന്നും ഒരു അഭ്യസനം പ്രാപിക്കണം. ബൈബിളിലെ ചില തെളിവ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുമ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. സ്തോത്രം. നോക്കി, ദാവീദ് കാട്ടിൽ ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുക. ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരിക്കൽ ദൈവം ഒരു സിംഹത്തെയും ഒരു കരടിയെയും ഇറക്കി വിട്ടു. എന്തോനാണെന്നറിയോ? ദാവീദിനെ കൊല്ലാനല്ല. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഈ നിങ്ങൾക്ക് മനസ്സിലാകാനാണ് പറയുന്നത് കേട്ടെ. നമ്മൾ ചില കല്ലൊക്കെ എടുക്കാൻ നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു കല്ല് താഴെ കിടക്കുക എടുക്കാൻ പോകുമ്പോൾ നമുക്ക് അയ്യോ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ താഴെ ഇടും. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു വലിയ കരിമൂർക്കൻ ഇങ്ങനെ നിൽക്കുവാന്നല്ലോ, നമ്മൾ എടുക്കാൻ പറ്റാത്ത ആ കല്ല് പൊക്കി ആരുടെ മണ്ടയ്ക്കിടും. അന്നേരം ഒരു എക്സ്ട്രാ എനർജി നമുക്ക് വരിക. നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞാൽ ഞാൻ വലിയ കാര്യത്തിലോട്ട് വരിക. അപ്പോൾ ഒരു സിംഹവും കരടിയും വന്നപ്പോൾ അവനതിനെ നോക്കിയിരുന്നെന്നല്ല അവിടെ എഴുതിയേക്കുന്നത്, അവനതിനെ കീറിക്കളഞ്ഞു. ഇനി നിങ്ങളെ നോക്കണം, അവനോട് തന്നെ ചോദിക്കുക, ഈ കാട്ടിൽ 100,000 ഇടയന്മാരുണ്ടായിട്ടും അവർക്ക് ആർക്കും നേരെ ചെല്ലാത്ത സിംഹം എന്തിനായി എനിക്ക് നേരെ വന്നേ? ദൈവത്തിൻ്റെ മറുപടി, അവരാരും ചെയ്യാത്തൊരു കാര്യം നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാൻ പോവാ. സ്തോത്രം. ഇന്ന് ഈ വചന വെളിപ്പാട് ഇവിടെ വെളിപ്പെടുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ആർക്കുമില്ലാത്ത പ്രശ്നം നിനക്ക് വന്നേ ഓർത്തോണം, ആരും ഇരിക്കാത്തടത്ത് നീ ഇരിക്കാൻ പോവാ. ഇനി ചോദിച്ചേ, ഈ ദാവീദിൻ്റെ അപ്പൻ്റെ പേര് പറയാമോ? പറ. ഇശായി. ആടിനെ തീറ്റുന്ന ഈ മോനെ പറ്റി അപ്പൻ എന്ത് പ്രതീക്ഷയുണ്ട്? പറ. അവൻ നാളെ സ്വതന്ത്രം ഒരു വലിയ ഫാം തുടങ്ങുമെന്ന ഒരു പ്രതീക്ഷയുണ്ടോ? ഒന്നുമില്ല. ചാകുന്നിടം വരെ ഇവൻ ഒരു ഇടയനായിട്ട് ഇങ്ങനെ. സത്യത്തിൽ അവൻ അങ്ങനെ മരിക്കത്തുള്ളൂ. പക്ഷെ ദൈവം അവനെ അഭ്യസിപ്പിക്കുക. നിൻ്റെ അപ്പൻ്റെ പാരമ്പര്യത്തിലും അമ്മയുടെ പാരമ്പര്യത്തിലും ഇല്ലാത്ത, നിൻ്റെ അപ്പൻ്റെ ചിന്തയിലും അമ്മയുടെ ചിന്തയിലും ഇല്ലാത്ത, നിൻ്റെ സഹോദരന്മാരുടെ ചിന്തയിലില്ലാത്ത ഒരു വഴി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ വഴിയെ നിന്നെ ഞാൻ കൊണ്ടുപോകണമെങ്കിൽ നീ എന്നിൽ നിന്ന് അഭ്യസിക്കണം. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ആർക്കുമില്ലാത്ത കടം നിനക്ക് വന്നെങ്കിൽ ഓർത്തോണം, മറന്നതല്ല, സാത്താൻ നിന്നെ ഓതി ബന്ധിച്ചതല്ല, പിശാച് നിന്നെ കെട്ടിയിട്ടതല്ല, നിനക്കാർക്കുമില്ലാത്തൊരനുഭവം നിനക്കുണ്ടാകാൻ പോവാ. ഓ ഹല്ലേലൂയ. മനസ്സിലായി തുടങ്ങുന്നവരെ ദൈവത്തിന് സ്തോത്രം ചെയ്യാവൂ. അപ്പം ദൈവത്തിന് ശ്രദ്ധിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആർക്കുമില്ലാത്ത പ്രശ്നം നിനക്ക് വരുമ്പം നീ മനസ്സിൽ പറഞ്ഞോണം, സ്തോത്രം, ഇതിൽ നിന്ന് വിടുതൽ കിട്ടുക മാത്രമല്ല, എന്നെ വേറെ എന്തോ ഒരു കാര്യത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ആർക്കുമില്ലാത്ത രോഗം നിനക്ക് വരുമ്പോൾ, ആർക്കുമില്ലാത്ത പോരാട്ടം നിനക്ക് വരുമ്പം നീ ഓർത്തോണം, അതിനകത്ത് നിലവിളിക്കാനല്ല, ഇതിനകത്ത് ദൈവം വിടുവിക്കുമെന്ന് നീ പറയണം. സ്തോത്രം.
നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഞാനൊരു കാര്യം പറയുക. ഒരിക്കൽ ഗത്യനായ ഗോല്യാത്ത് എന്ന മല്ലൻ ഇസ്രായേലിനെ മുഴുവൻ വെല്ലുവിളിക്കുക 39 ദിവസമായിട്ട്. സ്തോത്രം. അവൻ്റെ ചേട്ടന്മാരെല്ലാം ഇതേ പട്ടാളത്തിലുണ്ട്. ഉണ്ടോ? പറ. ഉണ്ട്. പക്ഷെ അവരെല്ലാം ഈ മല്ലൻ്റെ വെല്ലുവിളിക്ക് പുറകോട്ട് പോകുമ്പം ഇവിടെ ഒരു കൊച്ചനെ ആ വെല്ലുവിളിക്ക് മുന്നോട്ട് കൊണ്ടുപോവാം. എന്തിനാണെന്നറിയാമോ? പറയാം. ദൈവത്തിന് സ്തോത്രം. ഈ ചേട്ടന്മാർ അറിയാത്തൊരു അഭ്യസനം ഇവനിൽ നടന്നിട്ടുണ്ട്. ഓർത്തോണം, ആരും അറിയാതെ ദൈവം ചില കാര്യം രഹസ്യമായി ചെയ്യുമ്പം നീ ഓർത്തോണം, പരസ്യമായിട്ട് എന്തോ ദൈവത്തിന് ചെയ്യിക്കാനുണ്ട്. മനസ്സിലായില്ല? ഇനി ഇച്ചിരൂടെ അതൊന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വരാം. സ്തോത്രം. അപ്പൻ്റെ ചിന്ത വെച്ച് ഇവൻ എന്നും ഒരിടയനായിട്ട് വസിക്കും. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഇവനൊരു രാജാവായി വാഴും. സ്തോത്രം. സാധാരണ കുടുംബത്തിൽ പിറന്നവനെ രാജാവാക്കാൻ ദൈവമിട്ട ട്രെയിനിങ് ആയിരുന്നു അവൻ്റെ മുമ്പിൽ വെളിപ്പെട്ട സിംഹവും, അവൻ്റെ മുമ്പിൽ വെളിപ്പെട്ട കരടിയും, അവൻ്റെ മുമ്പിൽ വെളിപ്പെട്ട ഗോല്യാത്തും, അവൻ്റെ മുമ്പിൽ വെളിപ്പെട്ട ശൗലും, അവൻ്റെ മുമ്പിൽ വെളിപ്പെട്ട കുന്തവും, അവൻ്റെ മുമ്പിൽ വെളിപ്പെട്ട ദുരാത്മാവും, അവൻ്റെ മുമ്പിൽ വെളിപ്പെട്ട രക്തബന്ധങ്ങളുള്ള എതിർപ്പുകളും ഒക്കെ തകർക്കാനല്ലായിരുന്നു, അവനെ മറ്റൊരു തലത്തിലെത്തിക്കാനായിരുന്നു. സ്തോത്രം. ഇനി ദാവീദിൻ്റെ കാര്യം വിട്. സ്തോത്രം. മോശയുടെ കാര്യം എടുത്തേ. അപ്പോസ്തലപ്രവൃത്തി 7 എഴുതിയിട്ടുണ്ട്, മോശ മിസ്രൈമിൽ സകല ജ്ഞാനം അഭ്യസിച്ചെന്ന. ആക്ട്സ് ചാപ്റ്റർ 7:22. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നിങ്ങളത് വായിച്ചു നോക്കിയാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. മോശ മിസ്രൈമിലുള്ള സകല ജ്ഞാനവും അഭ്യസിച്ചു. വാക്കിലും പ്രവൃത്തിയിലും മോശ ആരായിരുന്നു? സമർത്ഥനായിരുന്നു. നിങ്ങൾ ഇനി എന്നെ നോക്കിയേ. ഈ മോശയെ കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി 40 ലക്ഷത്തെ വിടുവിച്ചെടുക്കാനാ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. പക്ഷേ ഒരു ദിവസം ചെന്ന് വിടുവിക്കാൻ പറ്റുകയില്ല. ദൈവം അതിന് മോശ ആരെയും അഭ്യസിപ്പിക്കാത്ത ചില കാര്യങ്ങൾ അഭ്യസിപ്പിക്കുക. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നെന്തോ എന്നോട് ഹോളി സ്പിരിറ്റ് ഈ പ്രയർ കഴിയുമ്പം പലർക്കും പോകേണ്ട വഴികൾ ഓപ്പണാകാൻ തുടങ്ങും. അതൊരു പ്രവചന ദൂത. സ്റ്റക്കാക്കിയതും ശത്രു പൂട്ടിയതും ഒക്കെ ഇന്ന് പൊട്ടും. അതെന്താന്നൊക്കെ പറയാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. ഇച്ചിരൂടെ ഗഹനമായിട്ട് ആ വചനത്തിൽ നിൽക്കാം. അപ്പം മോശ മിസ്രൈമിലെ എല്ലാ ജ്ഞാനവും അഭ്യസിച്ചു. അമ്മായിയപ്പൻ്റെ ആടിനെ തീറ്റി നടക്കുക. ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം പർവ്വത മുകളിൽ മോശ നിൽക്കുമ്പം മുൾപ്പടർപ്പ് കത്തുന്നു. അതെന്തൊന്ന് കാണാൻ അടുത്ത് ചെന്നപ്പം ദൈവം ഇറങ്ങി വന്നേച്ച് പറയുക, ദേ നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എന്താ പദ്ധതി എന്നറിയാമോ? എൻ്റെ ജനം നിലവിളിക്കുക, അവരുടെ വിടുതലിന് വേണ്ടി നിന്നെ ഞാൻ അയക്കാൻ പോവാം. അപ്പോൾ മോശ പറഞ്ഞു, എനിക്ക് വലിയ വാക്സാമർത്ഥ്യമൊന്നുമില്ല. കർത്താവ് 3-ാം അധ്യായത്തിൽ ഒത്തിരി പറഞ്ഞു, അതൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് പിന്നെ മോശയോട് പറയുന്നൊരു കാര്യമാണ്. മോശയോട് ചോദിക്കാം, നിൻ്റെ കയ്യിലിരിക്കുന്ന എന്തുവാ? ഞാനിപ്പോൾ സ്വർഗം തുറന്നേച്ച് നിനക്കൊരു വടി നിൻ്റെ മടിയിലോട്ട് ഇട്ട് തരുമെന്നല്ല. നീ ദീർഘകാലം പിടിച്ചോണ്ട് വരുന്ന ആ സാധനം എന്തുവാ? ദൈവത്തിന് അറിയത്തില്ലയോ വടിയാന്ന്? പറ. അറിയാം. പിന്നെ ചോദിക്കാം, എന്നാ നിൻ്റെ കയ്യിൽ ഇരിക്കുന്നത്? ഉത്തരം, വടി. താഴെ ഇടാൻ പറഞ്ഞു. താഴെ ഇട്ടപ്പം ദൈവത്തിന് സ്തോത്രം, ആ വടി എന്തായി? ഒരു പാമ്പായി മാറി. പാമ്പിനെ പേടിയുള്ള മോശ ഓടിയപ്പം ദൈവം പറഞ്ഞു, ഓടണ്ട, പാമ്പിൻ്റെ വാലെ പിടിക്ക്, അത് വടിയാവും. ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് മോശയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. രണ്ടാമത് പറഞ്ഞു, നിന്റെ കൈ മാറുവിടത്തിലേക്ക് ഇടാൻ പറഞ്ഞു. ഇട്ടു. തിരിച്ചെടുത്തപ്പോൾ എന്താ? കുഷ്ഠം. മോശ ഞെട്ടി. ഒന്നുകൂടെ കൈ ഇടാൻ പറഞ്ഞു. തിരിച്ചെടുത്തപ്പോൾ എന്തുവായി? സ്തോത്രം. ദൈവം എന്നിട്ട് പറയുക, സ്തോത്രം, ഈ 2 കാര്യം മതി എൻ്റെ ജനത്തെ വിടുവിക്കാൻ. ഒരാമയും വരുന്നില്ല. മോശയുടെ അമ്മായിയപ്പൻ അറിയാത്തൊരു കാര്യം, മോശയുടെ കുടുംബത്തിൽ ആർക്കും അറിയാത്തൊരു കാര്യം മോശയ്ക്ക് മാത്രം അറിയാം. എന്താ കാര്യം? എൻ്റെ കയ്യിൽ ഒരു അത്ഭുതത്തിൻ്റെ വടിയുണ്ട്. ഓ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മീകമായിട്ടൊരു ദൂത് പറയുക. ഇന്ന് ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിനക്കും ചില അഭ്യസനങ്ങൾ തരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. സ്തോത്രം. ആർക്കുമില്ലാത്ത പ്രശ്നം നിനക്ക് വരുമ്പോൾ ഓർത്തോണം, ദൈവം കൈവിട്ടതല്ല, സാത്താൻ കലിതുള്ളിയതല്ല, മന്ത്രവാദി മന്ത്രം ചെയ്തതല്ല. നിന്നെ അടുത്ത തലത്തിൽ എത്തിക്കുവാൻ ദൈവം ഒരു ട്രെയിനിങ് തരുക.
ഓ ജീസസ്. അത് മനസ്സിലായ ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ ദൈവത്തിന് സ്തോത്രം. മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ഫറവോൻ്റെ അടുക്ക പോകുമ്പം അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിന് വടി കയ്യിലെടുത്തോണം. സ്തോത്രം. ആ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കണം ഈ ദൂത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. കാര്യം പ്രധാനമായ ഭാഗത്തേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് പോകുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും, അവൻ നിനക്ക് വായായിരിക്കും, നീ അവന് ദൈവമായിരിക്കും. അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് അവിടെ തൊട്ട് അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടി നിന്റെ കയ്യിലെടുത്തുകൊള്ളുക. ഈ വടി നിന്റെ കയ്യിലെടുക്കണം. ആത്മീയ അർത്ഥം എന്താ ഈ വടി? എന്തായിരിക്കും മോശയ്ക്ക് ദൈവം കൊടുത്ത വടി? എൻ്റെ പാസ്റ്ററെ, ഞങ്ങൾക്കാർക്കും വടിയൊന്നും തന്നിട്ടില്ല, ഇവിടെ ആർക്കും വടിയും തന്നിട്ടില്ല, കൊടയും തന്നിട്ടില്ല. ഞാനൊന്ന് വ്യാഖ്യാനിക്കാം. മോശയുടെ കയ്യിൽ മോശ ഏതോ മരത്തെ നൊടിച്ച വടിയാ. ഈ വടി കൊണ്ട് ആടിനെ തല്ലാനേ കൊള്ളത്തുള്ളൂ. മോശയ്ക്ക് ഇന്ന് വരെ ഈ വടി കൊണ്ട് ആടിനെ തല്ലാനേ കൊള്ളൂ. ആടിനെ തല്ലാം, പാമ്പിനെ തല്ലാം, സിംഹത്തെ തല്ലാം, ദൈവത്തിന് സ്തോത്രം, ഏതോ മൃഗങ്ങളെ തല്ലാം. അല്ലാതെ ഇതുകൊണ്ടൊരു ഗുണമില്ല. ദൈവം പറയാം, ഇതുകൊണ്ട് ഇതുവരെ നീ കാണാത്തൊരു ഗുണം ഇതിനകത്തൊന്നും ഞാൻ ഉണ്ടാക്കിത്തരാം. ഞാൻ എൻ്റെ ഭാവനയെ പറയാം. ഒരുപക്ഷെ ഈ വടി നിൻ്റെ പ്രയർ ആയിരിക്കാം, ഒരുപക്ഷെ ഈ വടി നിൻ്റെ അഭിഷേകമായിരിക്കാം, ഒരുപക്ഷെ ഈ വടി നിൻ്റെ സ്വപ്നമായിരിക്കാം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, ഇതുവരെ ഇല്ലാത്തൊരു മൂമെൻറ്റ്സ് നിന്നിലൂടെ തരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ ദൈവത്തിന് സ്തോത്രം. ഇവിടെ മോശയോട് സർവശക്തനായ ദൈവം പറയുക, നീ പോകുമ്പോൾ എന്തോ എടുത്തോണ്ട് പോരണം, വടി എടുത്തുകൊണ്ട് പോരണം. പിന്നെ ഞാൻ മിസ്രൈമിൽ നടന്നതൊന്നും ഒട്ടും വിവരിക്കുന്നില്ല. പക്ഷേ വേദപുസ്തകത്തിൽ എവിടെ നിങ്ങൾ പഠിച്ചു നോക്കി, അലറി ഒഴുകുന്ന ചെങ്കടലിന് മുമ്പിൽ വന്നപ്പം സർവശക്തനായ ദൈവം മോശയോട് പറയുക, നീ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നേ? വടിയെടുത്ത് കടലിനെ പിളർത്തടാ. അതിനർത്ഥം എന്തുവാ? നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ശുശ്രൂഷ. അതൊരു പക്ഷേ പ്രയറായിരിക്കാം. വിശ്വസിക്കാമെങ്കിൽ ഒരു ദൂത് പറയാം, ഈ മുറിയാത്ത പലതും ഈ ദിവസങ്ങളിൽ മുറിയും. നിന്റെ വഴി വെളിപ്പെട്ട് വരാൻ പോവാ. ഞാനിനി ഒരു ചോദ്യം ചോദിക്കട്ടെ. മോശ കൈ നീട്ടിയപ്പോഴാണോ ഈ വഴി ഉണ്ടായേ? അല്ല, അല്ല. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഈ വഴി കടലിലുണ്ട്. അങ്ങനെയെങ്കിൽ ദൂത് പറയാം, നീ പോകേണ്ട വഴി നീ രക്ഷിക്കപ്പെട്ട ദിവസമേ ഓപ്പണായതാ. അതിൻ്റെ മണ്ടയ്ക്ക് വെള്ളം കയറി കിടക്കുന്നതേ ഉള്ളൂ. ഇന്ന് പ്രയർ തീരുന്നതിന് മുമ്പ് വഴി ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക, ആരോടൊക്കെയോ ദൈവം ഇടപെടുക. നീ ബ്ലോക്ക് എന്ന് പറഞ്ഞ വഴി ദൈവത്തിന് സ്തോത്രം ഈ ദിവസങ്ങൾ ഓപ്പൺ ആകും. നീ പോകേണ്ട വഴി ദൈവം ഫിക്സ് ചെയ്തേക്കുക യേശുവിൻ്റെ നാമത്തിൽ. അതിനകത്തൂടെ തന്നെ നീ യാത്ര ചെയ്യും. ആർക്കുമില്ലാത്ത അഭ്യസനം നിനക്ക് തരിക, ആർക്കുമില്ലാത്ത കടം നിനക്ക് വന്നെങ്കിൽ, ആർക്കുമില്ലാത്ത രോഗം നിനക്ക് വന്നെങ്കിൽ, ആർക്കുമില്ലാത്ത പ്രതിസന്ധി നിന്റെ കുഞ്ഞിന് വന്നെങ്കിൽ. ഞാനിവിടെ നിന്നൊരു ദൂതൂടെ പറയട്ടെ. അബ്രഹാമിന് ബൈബിളിൽ ഇട്ടേക്കുന്ന പേര് പറയാമോ? പറ. വിശ്വാസികളുടെ പറ എന്തുവാ? വിശ്വാസികളുടെ പിതാവ് എന്ന പേരാ. സാധാരണ ഒരു ചെറുക്കനും പെണ്ണും കല്യാണം കഴിച്ചാൽ അവർക്ക് പിള്ളേരുണ്ടാകണം, ശരിയല്ലേ? അബ്രഹാം ചോദിക്കുക, ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്നെ പിള്ളേരുണ്ടാകാത്തെ? ദൈവം പറയാ, ഒന്ന് വെയിറ്റ് ചെയ്യ്, നിന്റെ പേര് മാറ്റിയിടാൻ, നിന്നെ വിശ്വാസത്തിന് ഒരു അഭ്യസനം നിന്നെ അഭ്യസിപ്പിക്കണം. ഒരാമയും വരുന്നില്ല. ഞാൻ വിട്ടിരിക്കുന്ന ചിലരോട് പറയാം, നീ തടസ്സമെന്ന് പറഞ്ഞ പലതും ഇന്ന് തടസ്സമല്ല. നിന്നെ ദൈവം ട്രെയിൻ ചെയ്യുക. യേശുവിനെ നിന്നെ ഹോളി സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തില് റബല ഹസ്സന ഹംദന പ്രബദന ബൗഡമന അർത്ഥകൽ പ്രബാദന ശബ്ദന ദഗസി. ഓ ജീസസ്, ഓ ജീസസ്, ജീസസ്, ജീസസ്. അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്തോ, സ്തോത്രം ചെയ്തോ. നിന്റെ വഴി ഉടനെ തെളിഞ്ഞു വരും. ശത്രു ലജ്ജിക്കാൻ പോവുക. നിനക്കൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. കർത്താവിനെ മറന്നാണോ? ഉറപ്പ് തരാം, അല്ല. കൈവിട്ടതാണോ? അല്ല. മന്ത്രവാദി അനുവദിച്ച അല്ല. ആര് മന്ത്രം ചെയ്താലും തന്ത്രം ചെയ്താലും ആത്മാവ് പറയാം, നിന്നെ ദൈവം അഭ്യസിപ്പിക്കാൻ പോവുക. നമുക്ക് ക്ലിയർ ആകുന്ന ഒരു ഭാഗത്ത് ഒരു വാക്യത്തിലോട്ട് വായിക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്തേ. ആ വാക്യത്തിനകത്ത് ചില കാര്യങ്ങൾ ഇപ്പം ക്ലിയർ ആകും നിങ്ങൾക്ക്. സ്തോത്രം. 3-ാം അധ്യായം എടുത്തേ. അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. സ്തോത്രം, സ്തോത്രം.
ഫെലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാരും. 3-ാം അധ്യായം 2-ാം വാക്യം. യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ, യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ, ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി, യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികൾ ആവിധം. യഹോവ വെച്ചിരുന്ന ജാതികൾ ആവിധം. മതി, ഇനി താഴോട്ട് നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുക, ഇഷ്ടിക ചൂളിയെ ഇഷ്ടിക ചുട്ടവന് യുദ്ധം അറിയോ? പറ, അറിയോ? ഇപ്പം നമ്മൾ പാർക്കുന്ന രാജ്യം വേറൊരു രാജ്യം കൂടി യുദ്ധം ഉണ്ടായാൽ നിങ്ങൾ പോയി എന്തോ ചെയ്യാനാ? പറ, എന്തോ ചെയ്യാനാ? ഓരോ മിസൈൽ വരുമ്പോൾ നെഞ്ചത്തടിക്കാനല്ലാതെ പറ, വല്ലതും ചെയ്യാൻ പറ്റുമോ? അതിന് ഇന്ത്യ ട്രെയിൻ ചെയ്ത ആർമിയുണ്ട്. മനസ്സിലായോ? ഇന്ത്യ ട്രെയിൻ ചെയ്ത ആർമിയുണ്ട്. ആ ആർമി പോയാൽ സ്തോത്രം, നമുക്കാണേ 12:30 ആകുമ്പം ചോറ് കഴിച്ചില്ലെങ്കിൽ ഷുഗർ ഉള്ളതുകൊണ്ട് കിലുകിലിക്കും. ആർമിക്കാരന് 7 ദിവസം കഴിച്ചില്ലേലും അവന് കിലുകിലിക്കുകയല്ല. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. 1 മണി കഴിയുമ്പോൾ ചിലരുടെ മുഖം പാടുന്ന കണ്ടിട്ടില്ലയോ? 1 എന്നാ പിന്നെന്തോ ഇതിനാ വന്നേ? കേട്ടോ, മിണ്ടുന്നില്ലല്ലോ. ചിലപ്പോൾ 1 കഴിഞ്ഞാൽ 2 ആവും, 2 കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ 12 മണി വരെ പോന്നേ. ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ പറയുന്നതെന്ന് ശ്രദ്ധിച്ച്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഇവർക്ക് യുദ്ധം അറിയത്തില്ല, പക്ഷെ ഇവരെ യുദ്ധം പഠിപ്പിക്കണം. ഇവരെ എന്താ പഠിപ്പിക്കണം? അതുകൊണ്ട് പഴയ നിയമത്തിലെ വാക്ക് കേട്ടോണം. ഇത് ഞാൻ നിനക്കൊരുക്കിയ സ്ഥലമാണ്, ഇവിടെ ശത്രു പാർക്കുക, യുദ്ധം ചെയ്തേച്ച് പിടിച്ചോണം. എന്തുവാ? അവിടെ അനാക്കിന്റെ പുത്രന്മാരുണ്ട്, നിന്റെ വാക്തത്വമാ. നീ വേണ യുദ്ധം ചെയ്തേച്ചത്. മടിയന്മാർ വീട്ടിൽ കിടന്നുറങ്ങിയേ പറയും ദൈവം ഒന്നും തന്നില്ലെന്ന് പറയും. മിടുക്കന്മാർ യുദ്ധം ചെയ്ത് ശത്രുവിനെ ഓടിച്ചേച്ച് ആമി വസ്തു പതിച്ചെടുത്തു. ഞാൻ വെളിപ്പാടിലോട്ട് വരിക. അപ്പം ഈ യുദ്ധം അറിയാത്ത ഇവരെ എന്തോ അറിയിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളൊക്കെ സ്തോത്രം ഒന്ന് ഏതെങ്കിലും പള്ളിയിൽ നിന്ന് അല്ലെ ഏതെങ്കിലും അന്യ ജാതികളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട് വന്നവരാ. നമ്മൾ അന്ന് ആമി അഭ്യസിച്ചതാണോ ഇപ്പോൾ അഭ്യസിക്കുന്നത്? വചനത്തിനൊക്കെ ഇത്രയും സ്വാദുണ്ടെന്ന് പിടികിട്ടിയിട്ടുണ്ടോ നേരത്തെ? എവിടെ? വീട്ടിൽ ബൈബിൾ, ബൈബിൾ മിണ്ടുന്നില്ല. ഇപ്പം ബൈബിളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ഉമ്മ കൊടുക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കുന്നു. മിണ്ടുന്നില്ല. ഞാൻ ഒരു രാജ്യത്തോട്ട് ഫ്ലൈറ്റ് യാത്ര ചെയ്ത് പോകുമ്പോൾ എൻ്റെ അപ്പുറത്തിരുന്ന ചെറുക്കൻ പെട്ടെന്ന് അവൻ്റെ ബാഗ് തുറന്നു വെച്ച് ബൈബിളെടുത്ത് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം വായിക്കുന്നു. ഞാനൊന്നും മിണ്ടിയില്ല, വായിക്കട്ടെ എന്ന് വിചാരിച്ചു. മിണ്ടുന്നില്ല. ഇവിടെ എന്താ നിങ്ങൾ ശ്രദ്ധിച്ചേ? ഇതിനകത്തോട്ട് വരുമ്പോൾ വേറൊരു അഭ്യസനമാണ്. പ്രാർത്ഥിക്കാൻ പഠിക്കും, ഉപവസിക്കാൻ പഠിക്കും, ആരാധിക്കാൻ പഠിക്കും, കൈയടിക്കാൻ പഠിക്കും, അഭിഷേകത്തിൻ്റെ നിറവിൽ ജീവിക്കാൻ പഠിക്കും, സാത്താനോട് വെല്ലുവിളിക്കാൻ പഠിക്കും, എതിരാളിയെ ജയിക്കാൻ പഠിക്കും, പോരാട്ടങ്ങളെ ഇവിടെ വേറൊരു ട്രെയിനിങ് തരിക. അതിനർത്ഥം നീ വേറെ എവിടോ ആകാൻ പോവുക. നീ സ്തോത്രം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ സ്തോത്രം. പല ക്രിസ്ത്യാനിക്കും ബൈബിൾ എന്തുവാന്ന് അറിയത്തില്ല. സത്യത്തിൽ നല്ല ക്രിസ്ത്യാനി 3 വട്ടമേ പള്ളിയിൽ പോകും. 1 വീട്ടുകാരെടുത്തോണ്ട് പോകും, അത് മാമോദീസായിക്ക്. 2 അവൻ സ്വന്തമായിട്ട് നടന്നു പോകും, അതെന്തോനാ? കല്യാണത്തിന്. 3 നാട്ടുകാരെടുത്തോണ്ട് പോകും, അതെപ്പോഴാ? ചാവുമ്പം. മിണ്ടുന്നില്ല. സ്തോത്രം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെ വല്ലോ ആണോ ആത്മീയ അഭ്യസനം ഒരുത്തിന് കിട്ടിയ? ഈ ബൈബിള് താഴെ വെക്കുകയല്ല. അവൻ്റെ ഫോണിൽ കിടക്കുന്ന മുഴുവൻ പ്രാർത്ഥനക്കാരുടെ നമ്പരാ. മിണ്ടുന്നില്ല. ബാബുച്ചാനെ വിളിച്ച് അച്ഛാ പ്രാർത്ഥിച്ചോണേ, ഇച്ചിരി രമേശിനെ വിളിച്ച് രമേശെ പ്രാർത്ഥിച്ചോണേ, സുരേഷെ പ്രാർത്ഥിച്ചോണേ. ഇവൻ ഇതേ പറയാനുള്ളൂ. ചിലർക്ക് ചോദിക്കും ഇവന്മാരുടെ തലയ്ക്ക് വട്ട് പിടിച്ച. വട്ടല്ല, ഞങ്ങൾ വേറൊരു അഭ്യസനത്തിലാണ്. ഞങ്ങൾ ഇവിടുത്തുകാരല്ല, അവിടുത്തുകാരാ. അവിടേക്ക് പോകാനുള്ള ട്രെയിനിങ്. തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്താട്ട്. ഇച്ചിരുടെ ഗഹനമായിട്ട് ഈ ദൂതിലേക്ക് വരിക. ഇന്ന് എനിക്കറിയാം പരിശുദ്ധാത്മാവ് ഭയങ്കര കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പോവാ. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? അവിടെ എഴുതിയിരിക്കുക യുദ്ധം ചെയ്യാൻ അറിയാത്ത. ആ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചേ. സ്തോത്രം.
യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാവിത്. യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ജനത്തെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിന് യഹോവ വെച്ചിരുന്ന ജാതികളാവിത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സ്തോത്രം. ഒരിക്കൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വരുന്ന വഴിക്ക് 17-ാം അധ്യായത്തിൽ അമാലിയക്കർ എന്ന് പറയുന്ന ഒരു ശക്തി അവരോട് പോരാടാൻ എഴുന്നേറ്റു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. പോരാടാൻ എഴുന്നേറ്റപ്പം ഇവർക്ക് യുദ്ധം അറിയത്തില്ലല്ലോ. സ്തോത്രം. ചെങ്കടലൊക്കെ പിളർക്കുമ്പോൾ ഇവർ അത്ഭുതപ്പെട്ടു വരിക. സ്തോത്രം. ഇങ്ങനെയൊക്കെ നടക്കുമോ? സ്തോത്രം. അമ്മ എവിടെ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? യോശുവ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഞാമി അവിടെ അവൻ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ യുദ്ധത്തിന് പോക്കോ, ഞാൻ ദൈവത്തിൻ്റെ വടിയും പിടിച്ചോണ്ട് എവിടെ നിൽക്കാം? പർവ്വതത്തിൽ നിൽക്കാം. അറിയാവുന്നതൊക്കെ നീ ചെയ്താൽ മതി, ബാക്കിയൊക്കെ കർത്താവ് ചെയ്തോളൂ. ഗത്യനായ ഗോലിയാത്തിന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ ദാവീദ് പടക്കളത്തിലേക്ക് ഇറങ്ങിച്ച് പറയാം, യുദ്ധം യഹോവയ്ക്കുള്ളത്. ഒരാമയും വരുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ദൈവത്തിന് സ്തോത്രം, നിനക്ക് മുമ്പിൽ വരുന്ന ഏതു തടസ്സത്തിന്മേലും നിനക്കൊരു വിടുതലുണ്ട്. ഓ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പൊ ദൈവം അഭ്യസിപ്പിക്കുന്ന എന്തിനാണെന്നറിയാമോ? നിന്നെ മറ്റൊരു തലത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് ഈ അവസ്ഥയൊക്കെ ഉടനെ മാറും? എത്ര പേർക്ക് മനസ്സിൽ പറയാൻ പറ്റും ഈ അവസ്ഥയൊക്കെ ഉടനെ മാറും? അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ചേർന്ന് വിഷമിക്കുമോ നമ്മുടെ ഇതൊക്കെ മാറുമെന്ന് പറ. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്നെ ഒന്ന് നോക്കിയേ. ഇനി ഞാനൊരു 1-2 കൊച്ചു കാര്യം പറയട്ടെ. 10 ലക്ഷം രൂപ കടം വന്നാൽ നമ്മൾ പറയും കർത്താവ് എൻ്റെ കാര്യം നോക്കിക്കോളൂ എന്ന്. കാരണം നമുക്ക് 40 ലക്ഷത്തിന് ആസ്തി ഉള്ളത് കൊണ്ട് 10 ലക്ഷം രൂപ കടം ആര് നോക്കിക്കോളൂ? മറിച്ച് അത് 2 കോടി ആയാലോ? പറ, എന്നോട് മുഖത്ത് നോക്കി പറ. മുഖവും വാടി, ഗ്രൂപ്പിനകത്തുനിന്നും ഔട്ടായി, ഫോൺ വിളിക്കുക, അച്ചായ വഴി തുറക്കും. ഓ ഇത് കേട്ട് മടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ഞാൻ നിങ്ങളോട് പറയുക, ആരും പോകാത്ത സ്ഥലത്തൂടെ നീ പോകുന്ന ഓർത്തോണം. നിന്റെ കൂടിരുന്ന് ആരും ഇരിക്കാത്ത സ്ഥലത്ത് നീ എത്തും. വചനത്തിൻ്റെ വെളിപ്പാടാ. നിങ്ങൾ നോക്കിയേ, സഭയെ മുഴുവൻ മുടിച്ചവനാ ശൗല്. ഞാൻ അവർക്ക് വിട്ടേജ് ഭാഗത്തോട്ട് വരിക. സഭയെ മുഴുവൻ മുടിച്ചവനാ ശൗല്. അവനെ ദൈവത്തിന് വേണ്ടിയോണ്ട് ദൈവം അവനെ അഭ്യസിപ്പിക്കാൻ തീരുമാനിച്ചു. ദൈവം അതിന് ചെയ്തത് 3 ദിവസം കണ്ണ് അന്ധനാക്കി. ആയുസ്സിൽ പ്രാർത്ഥിക്കാത്ത പുള്ളി കഴിഞ്ഞ ദീർഘവർഷം പ്രാർത്ഥിക്കാത്ത മൊത്തം കൂടെ 72 മണിക്കൂർ കൊണ്ട് പ്രാർത്ഥിച്ചു തീർത്തു. സ്തോത്രം. അനന്യാസിന്റെ അടുക്കൽ ചെന്ന് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, അവൻ പ്രാർത്ഥിക്കുന്നു. ഒരാമയും വരുന്നില്ല. എന്താ കാര്യം? 14 ലേഖനം നിന്നിന്ന് പുറത്തു വരണം. നിനക്ക് സഭ പൂട്ടാനേ അറിയത്തുള്ളൂ. നിന്നെ ഞാൻ അഭ്യസിപ്പിക്കാൻ പോവുക, നീ സഭ പണിയും. ഓ ഹല്ലേലൂയ. കണ്ടോ, ദൂത് വെളിപ്പെട്ടു വരിക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുക, ഈ ദിവസങ്ങളിൽ നീ ഒട്ടും ലക്ഷിക്കണ്ട, ഒട്ടും നിരാശപ്പെടണ്ട. സംതിങ് ഹാപ്പൻഡ്. എന്തോ നിന്നിൽ ആരംഭിച്ചു കഴിഞ്ഞു. നിന്നെ ഹോളി സ്പിരിറ്റ്. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നല്ലൊരാമയും പറഞ്ഞാട്ട്. ഞാൻ ഒരിക്കലൊരു രാജ്യത്ത്, സ്തോത്രം, ഒരു സഹോദരൻ്റെ കൂടെ പോവാ. പേര് പറയാൻ ബുദ്ധിമുട്ടായി. ഇന്നും ആ പുള്ളി എൻ്റെ സ്നേഹിതനാണ്. അപ്പം ഞങ്ങളെല്ലാം കൂടെ അബുദാബി പോയി യോഗത്തിന് പ്രസംഗിച്ചു തിരിച്ചു വരിക. ഞാനും ഉണ്ട്. സ്തോത്രം. ഒരു 15 കൊല്ലം പുറത്തെ കാര്യമാണ് പറയുന്നത്. ഈ ബ്രദറും ഉണ്ട്. വണ്ടി ഓടിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം വണ്ടി ഓടിക്കുന്നു. ഇപ്പുറത്ത് ഞാൻ ഇരിക്കുന്നു, പുറകിൽ ഈ ബ്രദർ ഇരിക്കുന്നു, അതിനിപ്പുറത്തൊരു ബ്രദർ ഇരിക്കുന്നു, അതിനിപ്പുറത്തൊരു ബ്രദർ ഇരിക്കുന്നു. വണ്ടി ഫുള്ളാ. വന്ന വഴിക്ക് പോലീസ് കൈ കാണിച്ചു. അപ്പം കൈ കാണിച്ചപ്പം സ്വാഭാവികമായിട്ട് ID ചോദിക്കാനാ. ഡ്രൈവർ എടുക്കുന്ന ഡ്രൈവറെ ഇരുന്ന് എന്തുവാ അല്ലേ 10 അത് വാങ്ങിച്ച് നോക്കി. അപ്പം ഞാൻ എൻ്റെ ബാഗിൽ എന്ന് പറഞ്ഞ പാസ്പോർട്ട്. അപ്പം ഈ 10 കൊടുക്കുന്ന മറ്റേ പിള്ളേരോട് പറഞ്ഞു, പുറയിരിക്കുന്ന പുള്ളിക്ക് ഒന്നുമില്ല, പാസ്പോർട്ടും ഇല്ല.
പുള്ളി പറയുന്നത് എൻ്റെ കാര്യം പേടിക്കണ്ട, എൻ്റെ അടുക്ക വരുമ്പോൾ അവന്മാർ വെട്ടോളൂ എന്ന് പറഞ്ഞു. എൻ്റെ അടുക്ക വരുമ്പോൾ അവന്മാരെ. അപ്പോൾ എൻ്റെ ID നോക്കി വിസിറ്റിംഗ് വന്നേക്കും അല്ലയോ, ഓക്കെ, തിരിച്ചു തന്നു. തൊട്ടിപ്പുറത്തിന് 4 പാസ്പോർട്ട് വാങ്ങിച്ചു. അടുത്ത ആൾ കൊടുത്തപ്പോൾ ഒരു വണ്ടിക്ക് നിർത്താതെ പോയി. അവരെല്ലാം കൂടെ നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞിട്ട് അവരുടെ പുറകെ പോയി. അങ്ങോട്ട് വണ്ടി വിട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു രാജ്യത്ത് നിയമം ഇല്ലയോ? നിങ്ങൾക്ക് പാസ്പോർട്ട് വേണ്ടേ? നിങ്ങൾക്ക് ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കണ്ടേ? പിന്നെന്താ നിങ്ങൾ ചെയ്യുന്നേ? എൻ്റെ ബ്രദറെ, ഞാൻ വലിയ കടത്തിലായിപ്പോയി. എനിക്ക് പാസ്പോർട്ടും വിസായും ഒന്നുമില്ല. പാസ്പോർട്ടൊക്കെ ആരണ്ട് അറബികൾ കൊണ്ടുപോയി. സ്വോത്രം. പിന്നെ നിങ്ങളുടെ ഇത്ര വലിയ ധൈര്യം? അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 14 വർഷമായിട്ട് എൻ്റെ അടുക്ക ചെക്കിങ്ങിന് വരുമ്പം അവരെന്തെങ്കിലും പ്രശ്നമുണ്ടായി തിരിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെല്ലുമ്പം പുള്ളി കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ ബിസിനസ്സിൽ അനുഭവിച്ച തകർച്ചയുടെ ഇരട്ടി വരുന്നൊരു നന്മയിൽ പുള്ളി നിൽക്കുക. പുള്ളി എന്നെ എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ വന്നേ. സ്തോത്രം. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പോലീസ് പിടിച്ചു. പുള്ളിയുടെ പത്താക്ക ആദ്യം കാണിച്ചു. ഇപ്പൊ ഞാൻ ഇച്ചിരി നേരം ഇങ്ങനെ നിന്ന് പുള്ളി വെച്ച് പെപ്സി വേണം. ഞാൻ പറഞ്ഞ ഒന്നും വേണ്ട. ഇത്രയും നാൾ എന്താ പുള്ളിയുടെ അടുക്ക വന്നപ്പം പുള്ളി എന്നോടൊരു കാര്യം പറഞ്ഞു. കുഞ്ഞുങ്ങളെയും പിള്ളേരെയും കൂടെ കൊന്നേച്ച് ജീവിതം ഒടുക്കാൻ തീരുമാനിച്ച എന്നോട് ഒരു ദിവസം രാത്രി ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ പുതിയത് അഭ്യസിപ്പിക്കാൻ പോവാ. നിന്റെ വീടിന് മേലൊരു ജപ്തി ചലിച്ചിട്ടുണ്ട്, ഓർത്തോണം. എന്തോ ഒരു കാര്യം നിന്നെ അഭ്യസിപ്പിക്കാൻ പോകുന്നു ദൈവം. ഞാൻ ദൈവത്തിൻ്റെ റെവലേഷൻ നിന്നുകൊണ്ടാണ് പറയുന്നത്. ചില ദിവസത്തിനകത്ത് എഴുതിയിട്ടോ, ആരുടെയും കുടുംബത്തിൽ നടക്കാത്ത ചില കാര്യം നിന്റെ കുടുംബത്തിൽ നടക്കും. അവൻ നിന്നെ അഭ്യസിപ്പിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരിക്കൽ ജയിലിൽ കിടക്കുന്ന ദൈവത്തിന് സ്തോത്രം, ഒരു കുടുംബത്തിനകത്ത് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോയി. ബഹറിനിൽ ചെന്നപ്പോഴാണ് അദ്ദേഹം ഒരു ചെക്ക് കേസ് ജയിലിൽ കിടക്കുക. അവിടുത്തെ പാസ്റ്ററിനെ വിളിച്ചോണ്ട് ആ വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ആ വീട്ടിലെ സ്ത്രീ അലറിക്കരയുക. അറിയാം, ആ ഭർത്താവിന് സ്തോത്രം 51 വയസ്സുണ്ട്. അദ്ദേഹത്തിന് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. ഗുളികയെല്ലാം കൊടുത്തു വിടുക. ഞങ്ങൾ ചെന്നപ്പം ജയിലിലോട്ട്. ഞാനിവിടെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ആൻറ്റി ടെൻഷനൊന്നും എടുക്കണ്ട കേട്ടോ, അച്ഛനെ ദൈവം എന്തോ കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പുള്ളിക്കാരത്തി തന്നെ ഒരു നോട്ടം നോക്കിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഉരുകിപ്പോയി. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി ഭയങ്കര അലറിക്കരയില്ല. എൻ്റെ പാസ്റ്ററിനോട് പറഞ്ഞു, എന്നാലും അത് ശരിയായില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോട് കർത്താവ് ചിരിച്ചോണ്ട് മിണ്ടാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചിരിച്ചോണ്ട് മിണ്ടി. ചുരുക്കി പറയാം, ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴും പുള്ളിക്കാരത്തി കണ്ണ് തുറന്ന് നിൽക്കുക. ഇങ്ങനെയൊക്കെ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇവൻ്റെ പ്രാർത്ഥന എന്തോ കേൾക്കാനാ. ഞാൻ പോരാൻ നേരത്ത് വിശ്വസ്തം പറഞ്ഞു, സിസ്റ്ററെ വിഷമിക്കൊന്നും വേണ്ട, പുള്ളി പുറത്ത് വരും, നഷ്ടപ്പെട്ട ബിസിനസ്സൊക്കെ തിരിച്ചു കിട്ടും, നിങ്ങൾ വായ്പ കൊടുക്കും. പോകാൻ നേരത്ത് പുള്ളിക്കാരത്തി, ഞാൻ അങ്ങോട്ട് പോയി വണ്ടിയെ കയറിയപ്പം പുള്ളിക്കാരത്തി ഫോൺ ചെയ്ത് പാസ്റ്റോട് ചോദിച്ചു, എന്നാലും അനിപ്പാസ്റ്റെ കൊണ്ടുവരണ്ടായിരുന്നു. പക്ഷെ 3-ാം ദിവസം ഭാര്യ പറഞ്ഞ അങ്ങോട്ട് ചിരിച്ചോണ്ട് എന്നെ കാണാൻ വന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ ഇറങ്ങിയോ? പാസ്റ്റർ അന്നേരം ചിരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല, നീ കരയേണ്ട, അടി ചിരിക്കാനായിരുന്നു സന്ദേശം. അച്ഛനെ അത്ഭുതകരമായിട്ട് അറബി പൈസ കെട്ടിവെച്ച് ഇറക്കി. മാത്രമല്ല പുതിയ ബിസിനസ് തുടങ്ങേണ്ട പൈസ അറബി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ചെക്കുമായിട്ട് എൻ്റെ അടുക്ക വന്ന് നിൽക്കുന്നേ. ഞാനൊരു ദൂത് നിന്നോട് പറയാം, കരയേണ്ടതിന് കരയണം, കരയണ്ടാത്തതിന് കരയരുത്. ദൈവം നിന്നെ അഭ്യസിപ്പിക്കുക. നിന്നെ ഇങ്ങനെ ഇരുത്തിയാൽ പോലെ നിന്നെ വലിയവനാക്കണം, നിന്റെ സ്ഥിതി മാറ്റണം, നിന്റെ അവസ്ഥ മാറ്റണം. അതിന് നിന്നെ അഭ്യസിപ്പിച്ചാലേ പറ്റൂ. നീ പോകേണ്ട വഴി ഓപ്പൺ ആകാൻ പോവുക. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം ദൂത് പറയുക, നിനക്കൊരു വിടുതലുണ്ട്. ഇച്ചിരൂടെ ഗ്രഹിച്ചേ, ദൈവത്തിന് സ്തോത്രം. അമാലിയക്കര് യുദ്ധത്തിന് വന്നപ്പോൾ അവർ വിടത്തില്ലെന്നാണ് പറയുന്നത് മുന്നോട്ട്. സ്തോത്രം. എപ്പോഴും ഓർക്കണം, എതിരാളി വിടത്തില്ലെന്ന് പറയും. നീ അത് എന്നും പറഞ്ഞ് നീ പോകത്തില്ലല്ലോ, നീ പറയണം ഞാൻ പോവും. മിണ്ടുന്നില്ല.
നിന്റെ ആ എതിരാളി പറയാൻ നിന്നെ വിടത്തില്ല, പക്ഷെ നീ പറയണം ഞാൻ പോവും. അതിൻ്റെ കാരണം നിന്റെ ഭാവി അവരല്ല തീരുമാനിക്കുന്നത്, നിന്റെ ഭാവി യേശുവാ തീരുമാനിക്കുന്നത്. മോശ പറയുകയാണ്, നീ യുദ്ധത്തിന് പോ ജനത്തെ കൊണ്ട്, ഞാൻ പർവ്വതമുകളിൽ വടിയും പിടിച്ചുകൊണ്ട് നിൽക്കാം. ചോദ്യം, യുദ്ധത്തിന് പോകുമ്പോൾ വടി പിടിക്കണോ? പറയാം. മോശ പറയുക, ഈ വടി ഉയർത്തി പ്രാർത്ഥിച്ചാൽ എനിക്ക് വിടുതൽ കിട്ടും. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, എതിരാളികളൊക്കെ വന്നാൽ നമ്മൾ കൈ ഉയർത്തിയും മുഴങ്കാലിയുടെ തലയിട്ടും പ്രാർത്ഥിച്ചൊക്കെ വിടിവിക്കപ്പെടും. പക്ഷെ നിന്നെ തടയുന്നവൻ്റെ കാര്യത്തിന് തീരുമാനമാണ്. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ആത്മാവ് പറയുക, ഈ ദിവസങ്ങളിൽ നിന്നെ ചിലത് അഭ്യസിപ്പിക്കാൻ പോവുക. ദാവീദ് പറയാം, നീ എൻ്റെ കൈകളെ എന്ത് അഭ്യസിപ്പിക്കുന്നു? യുദ്ധം അഭ്യസിപ്പിക്കുന്നു. എൻ്റെ വിരലുകളെ എന്ത് ചെയ്യുക? പോരഭ്യസിപ്പിക്കുക. പ്രാർത്ഥിക്കുന്ന ചിലരോടൊക്കെ ദൂത് പറയാം, നിന്നെ ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കാത്ത ചില അഭ്യസനങ്ങൾ നടത്താൻ പോവുക. വിശ്വാസമുണ്ടോ? കാരണം നീ പോകേണ്ട വഴി തെളിയാൻ പോവുക. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയും, ഇന്നിവിടെ ഒരു യുദ്ധം നടക്കാൻ പോവുക. ഇവിടെ നടക്കുന്ന യുദ്ധം അക്ഷരീക യുദ്ധമല്ല, ഇവിടെ നടക്കുന്ന യുദ്ധം ആത്മയുദ്ധമാണ്. സാത്താൻ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. യേശുവിൻ്റെ നാമത്തിൽ ചില കൈകളെ യുദ്ധം അഭ്യസിപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ നീ ചെയ്യാത്തൊരു ട്രെയിനിങ്. ഒരു ഭാഗം കൂടെ തിരിച്ചു വന്നോട്ടെ. സ്തോത്രം. ഞാനൊരു വാക്യം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. 18-ാം സങ്കീർത്തനം ഒന്ന് എടുത്തേ, എന്നിട്ട് നമുക്ക് വാക്യത്തിലൂടെ പോകാം. ഇന്ന് വലിയ കാര്യങ്ങൾ നടക്കാൻ പോവുക. 18-ാം സങ്കീർത്തനം ജീസസ് 31-ാം വാക്യം വായിച്ചേ. അപ്പോൾ ദാവീദ് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? യഹോവയല്ലാതെ ദൈവം ആരുണ്ട്? നമ്മുടെ ദൈവം ഒഴികെ പാറ ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറ ആരുണ്ട്? എന്നെ ശക്തി കൊണ്ട് അരമുറുക്കേ, കർത്താവേ എന്നെ ശക്തി കൊണ്ട് അരമുറുക്കണേ. എന്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ, എന്റെ വഴിയുടെ കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. അവൻ എന്റെ കാലുകളെ മാൻപേടക്കാൽക്ക് തുല്യമാക്കി. അവൻ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിട്ട് എന്റെ കാലുകളെ എന്തുവാക്കും? മാൻപേടയ്ക്ക് തുല്യമാക്കും. പിന്നെ എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. പിന്നെ എന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു. അവൻ എന്റെ കൈക്ക് എന്ത് ചെയ്യുന്നു? യുദ്ധാഭ്യാസം വരുത്തുന്നു. എന്റെ ഭുജങ്ങൾ താമ്ര ചാപം കുലയ്ക്കുന്നു. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മാവിൽ പറയുക, ഈ ദിവസങ്ങളിൽ ആരെയും ട്രെയിൻ ചെയ്യാത്ത പോലെ ഹോളി സ്പിരിറ്റ് നിന്നെ ട്രെയിൻ ചെയ്യുക. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? അതൊന്ന് മനസ്സിലാക്കി തരിക. എൻ്റെ കൈകൾ എന്ത് ചെയ്യുന്നു? നീ യുദ്ധാഭ്യാസം വരുത്തുന്നു. വൈര എൻ്റെ കൈകള്, അവൻ എന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു. എന്റെ ഭുജങ്ങൾ താമ്ര ചാപം കുലയ്ക്കുന്നു. നിന്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു. ചിലരോട് ദൂത് പറയുക, ഇതുവരെ ഇല്ലാത്ത ട്രെയിനിങ്, ഇന്ന് ചില ശുശ്രൂഷയുടെ കൈമാറ്റങ്ങൾ ഇവിടെ നടക്കും. നിന്നെ ദൈവത്തിന് പുറത്തെടുക്കാൻ ആഗ്രഹമുണ്ട്. ദൈവം ഒരുക്കിയ വഴിയിലേക്ക് നീ കയറാൻ പോവുക. നോക്കിയേ, പഴയ നിയമത്തിൽ മുഴുവൻ നടന്നത് അക്ഷരീക യുദ്ധമാണ്. പുതിയ നിയമത്തിൽ വരുമ്പം, ഇനി ഗഹനമായ ദൂതിലോട്ട് വരാം. പുതിയ നിയമത്തിൽ വരുമ്പം നമുക്ക് പോരാട്ടം മനുഷ്യരോടല്ല. എന്തല്ല പോരാട്ടം? ആരോടല്ല? അപ്പം ചോദിക്കുക, പാസ്റ്ററെ അപ്പുറത്തെ ചാക്കോയാണല്ലോ എന്നെ വെല്ലുവിളിക്കുന്നത്. ചാക്കോയാ വിളിക്കുന്നെങ്കിലും ചാക്കോയുടെ ദേഹത്ത് വേറൊരു പുള്ളി ഇരിപ്പുണ്ട്. ആ പുള്ളിയുടെ പേര് പറയോ? സാത്താൻ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം നമുക്ക് പോരാട്ടം ആരോടാ? ചാക്കോയോട് പോരാട്ടം ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അയ്യോ, ഇവിടെ ചാക്കോമാരോട് ക്ഷമിക്കണേ. ആട്ടെ, ബിജുവിനോട് പോരാട്ടമില്ല. അല്ല, എബിയോട് പോരാട്ടമില്ല. എന്താ മിണ്ടുന്നില്ല? ഇങ്ങോട്ട് ശ്രദ്ധിക്കേ, പോരാട്ടമില്ല. പക്ഷെ പുള്ളിയെ നയിക്കുന്ന ആ സ്പിരിറ്റിനോടാ പോരാട്ടം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ഇന്നിവിടെ യോഗം തീരുന്നതിന് മുമ്പ് ചിലതിനോട് പോരാടാൻ ദൈവം എഴുന്നേക്കുക. 35-ാം സങ്കീർത്തനം കേട്ടോ, യഹോവേ എന്നോട് വാദിക്കുന്നവനോട് നീ വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട്, ബാക്കി പറ, നീ പൊരുതണേ. അടുത്ത കേട്ടോ, എന്നെ പിന്തുടരുന്നവരുടെ വഴികളെ എത്ര പ്രാർത്ഥിച്ചിട്ട് മാറ്റിയിട്ടും മാറാതെ എൻ്റെ പിന്നിലൂടെ ആക്രമിക്കുന്ന ആ ദുഷ്ടന്റെ റൂട്ടിനെ എൻ്റെ ദൈവം നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. ഇപ്പം എങ്ങ് ആരും കണ്ണടച്ചുകൊണ്ടിരിക്കരുത്. അടുത്തിരിക്കുന്ന ആൾ കണ്ണടച്ച് തൊട്ടച്ച് പറ, കണ്ണ് തുറന്ന് പാസ്റ്റർ നോക്കിയിരിക്കാൻ പറ.
ഉറക്കം വരലൊക്കെ പോകും. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഞാൻ ഇച്ചിരി ഗഹനമായിട്ട് പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചേ. അമ്മി, ഇവിടെ എല്ലാം ദൂത് നോക്കണം. നമുക്കൊരു എതിരാളിയുണ്ട്, ശത്രുവ. അത് വ്യക്തികളിലൂടെ പോരാടുന്നെങ്കിലും വ്യക്തികളോട് വൈരാഗ്യം വേണ്ട. അവരെ നയിക്കുന്ന സ്പിരിറ്റിനോട് വേണം എതിര്. ഒരാമയും വരുന്നില്ല. പുതിയ നിയമത്തിൽ വായിക്കുമ്പം എഫേസ്യ ലേഖനത്തിൽ 3-ാം സ്വർഗം വരെ പോയ പൗലോസ് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു. എഫേസ്യ ലേഖനം ഇച്ചിരി ഗഹനമായിട്ട് നമുക്ക് പോരാട്ടമുള്ളത് 6-ാം അധ്യായം 12-ാം വാക്യം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അല്ല വാഴ്ചകളോടും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അല്ല. അപ്പൊ നിങ്ങളെ ഇപ്പൊ എതിർക്കുന്ന ആള്, സ്തോത്രം, ഒരു മനുഷ്യനാകാം. പക്ഷെ ആ വ്യക്തിയോട് നമുക്ക് എന്തില്ല? അത് രക്തബന്ധമായിരിക്കാം, സ്വന്തമായിരിക്കാം, സ്വന്തമല്ലാതാകാം, നാട്ടുകാരാകാം, വീട്ടുകാരാകാം, കൂട്ടുകാരാകാം, പഠിക്കുന്നവരാകാം, കൂടെ ജോലി ചെയ്യുന്നവരാകാം. അവരോട് നമുക്ക് ന്യൂ ടെസ്റ്റ്മെന്റിൽ പോരാട്ടമില്ല. പക്ഷേ അവരിലൂടെ നിന്നോട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ഞാൻ ആത്മയുദ്ധം എന്ന വിഷയത്തിലേക്ക് ചില നേരം കയറാൻ പോവുക. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. കൊതുക് വന്ന് മുട്ടയിടുന്ന പോലെ ചില ശരീരങ്ങളിൽ രോഗം കൊണ്ട് മുട്ടയിടുന്നെങ്കിൽ ഇന്ന് ആ രോഗശക്തികളെ നിർവീര്യമാക്കും യേശുവിന്റെ നാമത്തിൽ. ചില ശരീരങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടണം, ചില മനസ്സുകളിൽ നിന്ന് വിടുവിക്കപ്പെടണം, ചില വ്യക്തി സ്തോത്രം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനൊരു വെളിപ്പാട് കാണുവാണ്. നിന്റെ കയ്യും കാലും കൂടെ കൂട്ടിക്കടത്തി, നിന്നെ ഒരു കൂട്ടിക്കെട്ടി, നിന്നെ ഒരു കട്ടിലെ കടത്തി വെള്ളം താ എന്ന് നിലവിളിപ്പിക്കാൻ സാത്താൻ നോക്കുമ്പോൾ ദൈവം പറയുക, ഞാൻ നിന്റെ കിടക്ക മാറ്റിവിരിക്കാം. ഓ, വിശ്വാസം ഉണ്ടല്ലേ സ്വാമി? ദൂത് സ്വീകരിക്കാവൂ. ലാദാ സദാര. ഓ, യേശുവിന്റെ നാമത്തിൽ. ഏത് ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടും കണ്ടുപിടിക്കാത്ത രോഗത്തിന്റെ വൈറസിനെ നിർവീര്യമാക്കുന്ന ഒരു അഭിഷേകം ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുക. ഡോക്ടർ കണ്ടുപിടിച്ചതും സ്കാനിങ് മിഷൻ കണ്ടുപിടിച്ചതും കഴിഞ്ഞ ദീർഘനാളുകൾ മരുന്ന് കഴിക്കുന്നതുമായ ചില രോഗങ്ങളുടെ പിമ്പിൽ വ്യാപരിക്കുന്ന ആ സ്പിരിറ്റ് ബൈബിൾ പഠിക്കുന്ന രോഗമുണ്ട്, രോഗാത്മാവുണ്ട്, രോഗബന്ധനമുണ്ട്. രോഗമായാലും രോഗാത്മാവായാലും രോഗബന്ധനമായാലും അതിനെ അഴിക്കുന്ന ഒരഭിഷേകം. നന്ദി കർത്താവേ. കേട്ടോ, ആർക്കും ഇല്ലാത്ത ട്രെയിനിങ് നിനക്ക് തരിക. ആർക്ക്? യേശുവിന്റെ നാമത്തിൽ. ജീസസ്. ഞാൻ ഒരിക്കലൊരു കാഴ്ച കണ്ടു. ഈ അടുത്ത സമയത്ത് ഫേസ്ബുക്കിൽ വന്നൊരു ലൈവ് കണ്ടു. സ്തോത്രം. ആ കാഴ്ച ഇങ്ങനെ ആയിരുന്നു. സ്തോത്രം. അപ്പൊ ഒരു സാധനം കയറ്റിക്കൊണ്ടുവന്ന വണ്ടിക്ക് തീ പിടിച്ചു. കോട്ടയത്താ വണ്ടിക്ക് തീ പിടിച്ചു. നാട്ടുകാരെല്ലാം അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരെല്ലാം തീ അണയ്ക്കുന്ന ദൈവത്തിന് സ്തോത്രം സാമഗ്രികളുമായിട്ട് വന്ന് തീ അണയ്ക്കാൻ തുടങ്ങി. നാട്ടുകാർ വെള്ളം കോരി ഒഴിച്ചു. ചിലരൊക്കെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഓസിട്ട് പൈപ്പിനകത്ത് വെള്ളം ഒഴിക്കുക. പക്ഷെ തീ കെടുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫയർഫോഴ്സിൽ ഒരു വണ്ടി ഇങ്ങോട്ട് വന്നു. സ്തോത്രം. വണ്ടി ഇങ്ങോട്ട് വന്നിട്ട് അതിൽ നിന്ന് ആൾക്കാർ ചാടി ഇറങ്ങി. അവർ ദൈവത്തിന് സ്തോത്രം അവരുടെ വാട്ടർ കണക്ഷനെ അങ്ങോട്ട് നിവർത്തിയിട്ടു. ഒരാൾ അങ്ങോട്ട് കയറി വെള്ളമടിച്ചു, മറ്റേയാൾ ചാടി ആ തീയുടെ മണ്ടേ കയറി. ഓ ജീസസ്. അതെല്ലാം വലിച്ചു വാരി താഴെയിടുക. ഇത്രയും നേരം നാട്ടുകാർ നോക്കൂത്തികളെ പോലെ നിന്ന വിഷയം 5 മിനിറ്റ് കൊണ്ട് ഒരു കെടുത്തു. കാരണം എന്താ? അവർ വെൽ ട്രെയിൻഡ് ആയി വിഷയത്തിൽ. സ്തോത്രം. ഞാനൊരു ദൂത് പറയുക. പല വീട്ടിലും കത്തുന്ന തീയെ, പല വീട്ടിലും വെല്ലുവിളി അണയ്ക്കാൻ നിന്നെ ഹോളി സ്പിരിറ്റ് ട്രെയിൻ ചെയ്യുക. ഓ യേശുവിന്റെ നാമത്തിൽ. റബല ഹസ്തല. ഓതിക്കെട്ടിയ മന്ത്രങ്ങളും ആദിക്കെട്ടിയ അന്ധകാര ശക്തികളും ഒരു വഴിക്ക് നിന്ന് വാദിക്കുമ്പോൾ ആത്മാ പറയാ അതിനെ അഴിക്കാൻ ട്രെയിൻഡായ വിശ്വാസമുണ്ട്. സ്തോത്രം ചെയ്യുക. വിശ്വാസമുണ്ട്. സ്തോത്രം ചെയ്യുക. ഇന്ന് ആത്മതലങ്ങളിൽ ചില വിടുതലുകൾ നടക്കുക. ഞാനൊരു വെളിപ്പാട് പറയാം. രാത്രിയിലെ ഭയമുണ്ട്, പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയുണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന ചില വീടുകളുടെ മേൽ പുകത്തൂട് പോലെ വന്ന് നിന്നിട്ട് ആ വഴി ആ വീടിനെ മാത്രം നോട്ടമിടുന്ന ചില അന്ധകാരത്തിൻ്റെ കോട്ടകൾ
ഇന്ന് നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ പേരിൽ കരം തീർന്ന ഭൂമിക്കകത്തു നിന്നും, നിന്റെ പേരിൽ കരം തീർന്ന വീടിനകത്തു നിന്നും ചില ദുഷ്ടശക്തികൾ ഒഴിഞ്ഞു പോയാലേ പറ്റൂ. നിന്നെ ദേശത്ത് പാർപ്പിക്കത്തില്ലെന്നും നിന്റെ വീട്ടിൽ നന്മ കാണിക്കത്തില്ലെന്നും വാദിക്കുന്ന സ്പിരിറ്റ് ഒരു നിയോഗത്തോട് ബന്ധപ്പെട്ട ഈ ദൂതെടുക്കുന്നത്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ടാം. ഈ വിഷയം ഇതിനു മുമ്പ് ഒരിക്കൽ പോലും എന്നെ സ്പർശിച്ചിട്ടില്ല. പക്ഷെ എന്നെ കഴിഞ്ഞ 2 ദിവസമായി ഈ ദൂത് സ്പർശിച്ചുകൊണ്ടിരിക്കുക. ഞാനിൽ ഇനിയും കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പം ഞങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നത് മുഴുവൻ ഈ ദൂതിനെ കുറിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ദൈവാത്മാവ് ഒരു ഉറപ്പ് തരുന്നു, ആരെ കൊണ്ടും ചെയ്യിക്കാത്ത ചില കാര്യം നിന്നെ കൊണ്ട് മാത്രം ചെയ്യിക്കാൻ ദൈവത്തിന്. അപ്പം നമുക്ക് ആരോട് പോരാട്ടമില്ല, ജഡരക്തങ്ങളോട് എന്തില്ല. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളവരോടോ കല്യാണം കഴിച്ചു വന്ന മരുമക്കളോടോ മരുമകനോടോ യുദ്ധം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടേ പറയാം, ഇന്നത് നിർത്തണം. അവരും നിന്നോട് മൂർഖനെ പോലെ ഇടപെടുമ്പോൾ നീ ചിരിച്ചോണ്ട് ഇടപെടണം. കാരണം നീ സത്യം മനസ്സിലാക്കണം, അവരല്ല പ്രശ്നക്കാരൻ. പിശാചിനറിയാം നീയും അവനും കൂടെ അടിച്ച് ജീവിച്ചോളൂ എന്ന്. എന്നാൽ നീ പറയണം, ഞാൻ യഥാർത്ഥ ആളെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ബൈബിളിൽ ശ്രദ്ധിക്കുക, നമുക്ക് പോരാട്ടം ആരോടില്ല, ജഡരക്തങ്ങളോടില്ല. നമുക്ക് പോരാട്ടമുള്ളത് ഇന്ന് മിണ്ടാത്തവരോടൊക്കെ ഇന്ന് കയറി മിണ്ടിക്കണം. കാരണം അവനല്ല കാരണക്കാരൻ. ന്യൂ ടെസ്റ്റ്മെന്റ് വരുമ്പോൾ നമുക്ക് പോരാട്ടം ആരോടില്ല. നിന്റെ ബിസിനസ്സിലെ ബ്ലോക്ക് ചെയ്യുന്നതും ഒരു സ്പിരിറ്റാ, നിന്റെ കുടുംബത്തിനെ തകർക്കുന്നതും ഒരു സ്പിരിറ്റാ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഒരിക്കൽ കുറേ നാളുകൾക്ക് മുമ്പ് നിർബന്ധിതനായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നൊരു ബ്രദറിൻ്റെ വീട്ടിൽ പോകേണ്ടി വന്നു. ഒരു വീട്ടിൽ, ആ വീട്ടിൽ ഞാൻ ചെന്ന് കയറിയപ്പം ദൈവത്തിന് സ്തോത്രം, ആ വീട്ടിലെ പുള്ളി എന്നോട് പറഞ്ഞു, പോകുന്ന വഴിക്ക് എന്നോട് കാറേ പറഞ്ഞു, പാസ്റ്റർ വീട്ടിൽ ചെല്ലുമ്പോൾ ഫീൽ ചെയ്യരുത്, ഞങ്ങളുടെ മൂത്ത ചേച്ചിക്ക് പാസ്റ്ററെ ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, എന്നെ കണ്ടിട്ടില്ലല്ലോ, യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് മൂത്ത ചേച്ചിക്ക് പാസ്റ്ററെ ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെടാതിരിക്കും അവരുടെ കാര്യമാണ്. ഞാനാകെ അരമണിക്കൂറേ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരുന്നുള്ളൂ, അവർ വരുന്നില്ല, വരണ്ട. മൂത്ത ചേച്ചിക്ക് പാസ്റ്ററെ എന്തല്ല, ഞങ്ങൾ പാസ്റ്ററെ ഒത്തിരി പ്രാവശ്യം ഒന്ന് കാണാമെന്ന് വിചാരിച്ചപ്പോൾ ഈ ചേച്ചി പറയുക, അവിടെ പോകല്ലേ 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 പോകല്ലേ. സ്തോത്രം. അപ്പം ഞാനും ഓർത്തടെ ഈ സ്ത്രീക്ക് എന്തോ എൻ്റെ കുഴപ്പമാണ്. അല്ല, ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. പറഞ്ഞു, പല വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പറയും, നമുക്ക് പാസ്റ്ററെ കാണാം, പോകല്ല് പോകല്ല് പോകല്ല്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, എന്നാൽ ചേച്ചിയുടെ ദേഹത്ത് കുഞ്ഞപ്പനുണ്ട്. ഈ ഒരിക്കൽ ഭൂതം പറഞ്ഞ്, യേശുവിനെ അറിയാം, പൗലോസിനെ പരിചയമുണ്ട്, നിങ്ങൾ ആരാവേ? കണ്ടാ മിണ്ടുന്നില്ല. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു, പക്ഷേ ചേച്ചി വരത്തില്ല. ഞാൻ പറഞ്ഞു, ചേച്ചി തന്നെ വരും. ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നപ്പം ദേണ്ട വാതിലും ചേച്ചി പറയും, ഞാൻ പോത്തില്ല. ഇത്രയും ദിവസം വിടത്തില്ലെന്നായിരുന്നു, വിളിക്കല്ലേ എന്നായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു, പോവാൻ പറഞ്ഞില്ലല്ലോ, പോവാൻ പറഞ്ഞു. ചുരുക്കി പറയാം, സ്തോത്രം, അത് വിട്ടുപോയി. ഞാൻ തന്നെ അവളെ സ്നാനപ്പെടുത്തി. കണ്ട മിണ്ടുന്നില്ല. ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ ദൂത് നിന്നോട് പറയുക, നിങ്ങൾ ശ്രദ്ധിക്കണം, വ്യക്തിയല്ല ഇവിടുത്തെ സബ്ജക്റ്റ്. നിന്റെ സ്പിരിച്വൽ അറ്റാക്ക് മുഴുവൻ വ്യക്തിയല്ല, വ്യക്തിയെ കരുവാക്കുന്ന സ്പിരിറ്റാണ്. ഞാൻ ആത്മതല ഓപ്പൺ ആവുന്ന കാര്യമാണ് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഭാഗം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. എനിക്ക് ചിലരെയൊക്കെ വിരൽ ചൂണ്ടാനും തൊടാനും ഒക്കെ നിയോഗമുണ്ട്. ഞാൻ ഒരു ദൂത് പറയാം, ഇന്നിവിടെ നടക്കുന്ന വിടുതൽ 100% സ്പിരിച്വൽ ലെവലിലായിരിക്കും. നിന്റെ സ്പിരിച്വൽ റേഞ്ച് കൂടാൻ പോവാ എന്ന് പറഞ്ഞാൽ നിന്നെ മേൽ വാണവന്റെ മേൽ നീ വാഴാൻ പോവാ. നിന്നെ കീഴടക്കിയവനെ നീ ഇന്ന് പ്രയർ തീരുന്നതിന് മുമ്പ് എഴുതിയിട്ടു, നിന്നെ കീഴടക്കിയ സ്പിരിറ്റിനെ നീ കീഴടക്കണം. വാക്തത്വം മറക്കരുത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ, ബാക്കി പറ, നിനക്ക് ഞാൻ, ദൈവം പറ, എന്തു തരുന്നു? അധികാരം തരുന്നു. നമുക്ക് വാക്യത്തിലോട്ട് വരാം. സ്തോത്രം. അപ്പം നമുക്ക് പോരാട്ടമുള്ളത്, നിങ്ങൾക്കറിയാം, ഈ എഫെസി ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് ഒരു പട്ടാളക്കാരൻ പടക്കളത്തിൽ നിൽക്കുമ്പോൾ എങ്ങനാണോ
അതെല്ലാം ഒരു ആത്മീകൻ്റെ പ്രൊട്ടക്ഷൻ എന്ന ലെവലിൽ കൂടെ പരിശുദ്ധാത്മാവ് എഴുതിയേക്കുക. നിങ്ങളുടെ അരയ്ക്ക് എന്ത് കെട്ടണം? ബെൽറ്റ് കിട്ടുന്നതിന് പകരം സത്യം കെട്ടണം. നിങ്ങളുടെ കാലിന് എന്തുവാകണം? സുവിശേഷം ചെരിപ്പാക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ തലയിൽ എന്ത് വെക്കണം? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ചു സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കി എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം അതിനകത്ത് ഉൾക്കൊള്ളിയ കെട്ടണം. അത് പരിചയം എടുത്തുകൊണ്ട് നിൽപ്പി. യുദ്ധത്തിന് എന്നെ നോക്കി, യുദ്ധത്തിന് നിൽക്കുന്ന ഒരാളുടെ ഇടം കൈ പരിച, വലം കൈ വാള്. മനസ്സിലായോ? അവിടെ നിങ്ങോട്ട് വരുന്ന വെട്ടിനെ തടയുന്നതാ പരിച. അതുകൊണ്ട് ആ കർത്താവ് എബ്രായ ലേഖനത്തിൽ എഴുതിയത് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ. നിങ്ങൾക്കറിയാമോ, നിന്റെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊന്നാണ് വിശ്വാസം എന്ന പരിച. സ്തോത്രം. അവിടെ എഴുതിക്ക, ശത്രുവിന്റെ തീ അമ്പുകളെ എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെ കെടുക്കുവാൻ തക്കതായ തീയമ്പ്. എന്നെ നോക്കി, പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബം ആളിക്കത്താൻ നിന്റെ എതിരാളി അഴച്ചുവിട്ട തീ തുപ്പുന്ന അമ്പ് നിനക്കെതിരെ വരും. പക്ഷെ അടുക്ക വരുമ്പം കെട്ടു. അതെന്താ കാര്യം? നീ പിടിച്ചിരിക്കുന്ന വിശ്വാസം എന്ന പരിച. ഓ ഹല്ലേലൂയ, സ്തോത്രം. ഇന്നൊരു ആത്മയുദ്ധം നടക്കാൻ പോവുക. ഇന്ന് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ചില പ്രോപ്പർട്ടിയുടെ പ്രശ്നങ്ങൾ ഉടനെ തീരും. നിന്റെ നന്മ പിടിച്ചു വെച്ചേക്കുന്ന ചിലർ വിട്ടുപോകും. ഒരിക്കലും നിന്റെ വീട്ടിൽ നന്മ വരത്തില്ലെന്ന് ചിലർ വേലി കെട്ടിയെങ്കിൽ ഇന്നാ യേശുവിൻ്റെ നാമത്തിൽ നല്ലൊരു ഹല്ലേലൂയ പറ. എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. അതുകൂടെ പറഞ്ഞേച്ച് ഞാൻ ഈ ദൂതിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരാം. എനിക്ക് വളരെ സ്നേഹിതനായ ഒരു മകൻ ദുബായി ജോലി ചെയ്യുക. അവനൊരു ദിവസം അവധിക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ തിരക്കാന്ന് എനിക്കറിയാം, എന്നാൽ എൻ്റെ വീട് വരെ ഒന്ന് വരണം. ഞാൻ ചോദിച്ചു, എന്തുവാ കാര്യം? എൻ്റെ അപ്പൻ ഭയങ്കര കുടിയനാ. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും കുടിക്കുക. സ്തോത്രം, ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. വളരെ നിർബന്ധിതനായി ഒരു സ്ഥലത്ത് മീറ്റിംഗ് കഴിയുമ്പോൾ രാത്രി 11 മണിക്ക് ഞാൻ ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ. അപ്പോൾ ആ വീട്ടിലെ പുള്ളിക്കാരൻ ഇങ്ങനെ കുടിച്ച് പൂസായിരിക്കുക. പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരനാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി കുടിയൻ പറയാ പാസ്റ്ററാ. ഇവനെ പാസ്റ്ററാന്ന് പറയാതെ പറയാ, ഡാഡി ഇത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്, ഇതിലെ പോയപ്പോൾ കയറിയതാ പാസ്റ്റർ. ഡാഡിക്ക് എങ്ങനെ അറിയാം? ഞാൻ TV കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. എത്ര വേണേലും പ്രാർത്ഥിച്ചു. ഞാൻ സാധാരണ കുടിച്ചോറുടെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കാറില്ല. പക്ഷെ എന്നാലും ഈ പുള്ളി ഒരു നല്ല മനുഷ്യൻ, ഈ ചെറുപ്പക്കാരനൊരു നല്ല മനുഷ്യൻ. ഞാൻ ദുബായി വെച്ച് അവനെ സ്നാനപ്പെടുത്തിയ. സ്തോത്രം. അവനോട് നല്ല ചർച്ചിൽ പോകുന്ന, നല്ല കമ്പനി ജോലി ചെയ്യുന്ന, നല്ല അമ്മ അനുഗ്രഹിക്കപ്പെട്ടൊരു മോളെ വിവാഹം കഴിച്ച് 2 കുഞ്ഞുങ്ങളെയൊക്കെ പോകുന്ന നല്ലൊരു കുടുംബമാണ്. വിശ്വാസത്തിൻ്റെ ലെവലാണ് ഞാൻ പറയുന്നത്, സാമ്പത്തികമല്ല പറയുന്നത്. ഒരു നാൾ നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ ഫൈനാൻസ് അല്ല പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ലെവൽ ഭയങ്കര. വർത്തമാനം പറഞ്ഞാൽ നമുക്ക് പറയാൻ തോന്നും. ഓണം പറയുന്ന ആരുടെയും വർത്തമാനം പറഞ്ഞാൽ പറയാൻ തോന്നുന്നു. അവനോട് കാണല്ലേ എന്നാണ് ചിന്തിക്കത്തുള്ളൂ. ഇത് സ്പിരിച്വൽ ലെവല്. പ്രാർത്ഥിച്ചു, തലയെ കഴിച്ചു പറഞ്ഞു, കർത്താവ് ഈ അച്ഛൻ്റെ കൂടി നിൽക്കാൻ ദൈവം സഹായിക്കണം. അപ്പോൾ ഈ പുള്ളി പറഞ്ഞു, ഒന്ന് ശാസിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ശാസിച്ചില്ല, കാര്യം ഒന്നാമത് പുള്ളി കുടിച്ചിരിക്കുക. ഇനി നമ്മൾ ശാസിക്കോടെ ചെയ്താൽ നമുക്ക് കിട്ടുമല്ലോ. പുള്ളി അന്ന് ഇങ്ങനെ ഒന്ന് ഓങ്ങിയാൽ നമ്മൾ താഴെ പോവുകയും ചെയ്യും. ഞാനിങ്ങ് പോന്നു. പിറ്റേ ദിവസം വൈകിട്ട് ഇവൻ എന്നെ വിളിച്ചു. ചെയ്തു, ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര അടിയായിരുന്നു. ഭയങ്കര. ഞാൻ അന്നേരെ പാസ്റ്ററോട് പറഞ്ഞ ശാസിച്ച് പ്രാർത്ഥിക്കണോ? ഞാൻ പറഞ്ഞടാ മോനെ, നിന്നെ എനിക്കിഷ്ടമാണ്, പക്ഷെ നീ പറയുന്ന പോലെ പ്രാർത്ഥിക്കുന്ന ആളല്ല ഞാൻ. മേളിരിക്കുന്ന ആൾ പറയുന്ന പോലെ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ. ഞാൻ ആര് തമ്മിൽ അടി? പപ്പായുടെ ചേട്ടനും പപ്പായും തമ്മിൽ അടിയായി. ഇപ്പം എന്തോ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന മതിൽ കല്ല് കെട്ടി അടച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു ഗുണമുണ്ട്, ഈ ചേട്ടനായിരുന്നു പട്ടാളക്കാരൻ. ഇവനുള്ള കോട്ട എല്ലാം കൂടെ വാങ്ങിച്ച് ഈ പുള്ളിക്ക് കൊടുത്താ ഈ എൻ്റെ അപ്പനൊരു ഗുണമുണ്ട്, കുടിക്കുവേലും കാശ് കൊടുത്ത് കുടിക്കുകയില്ല. ഞാൻ പറഞ്ഞടാ അത് അടച്ചതാടാ ദൈവം. വേണ്ട, മിണ്ടുന്നില്ല. ചുരുക്കി പറയാം,
ചേട്ടനും ഞാനും കൂടെ വഴക്കമുണ്ടായി. മതിലൊക്കെ നീട്ടിക്കെട്ടി. ഇതിനിടയ്ക്ക് ആ പുള്ളിക്കാരൻ കുടി നിർത്തി. പുള്ളി ആ മോൻ്റെ കൂടെ യോഗത്തിന് പോയി. ഏതോ ഒരു ദൈവദാസൻ്റെ കൈ കീഴിൽ സ്നാനപ്പെട്ടു. ഇപ്പോൾ അവരെല്ലാം UK-ലുണ്ട്. ഞാൻ എന്തിനാണ് ഇതെല്ലാം പറഞ്ഞു വരുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ കാണുന്ന പല പ്രശ്നങ്ങളുടെയും പിന്നിൽ വ്യക്തികളല്ല. അത് പറയാനാ ആത്മയുദ്ധമായി ഇവിടെ കൊണ്ടുവരാൻ പോകുന്നു. നിങ്ങൾ ഇന്ന് നിങ്ങളെ അലട്ടുന്ന ആ പ്രശ്നത്തിൻ്റെ പിന്നിൽ വ്യക്തിയല്ല, ഒരു സ്പിരിറ്റാണ്. അതെന്താണെന്ന് ഞാനത് വെളിപ്പെടുത്തിക്കൊണ്ട് വരാം. എഫെസ്യ ലേഖനം എടുത്ത് വായിച്ച വാക്യത്തിനകത്ത് വരുമ്പം കാര്യം മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും. 4 കാര്യങ്ങൾ പൗലോസ് വെളിപ്പെടുത്തുക. 3-ാം സ്വർഗം വരെ പോയച്ച് നമ്മളോട് ഫൈറ്റ് ചെയ്യുന്ന 4 സ്പിരിറ്റിന്റെ മേഖലകൾ. 1, വാഴുന്ന ശക്തികൾ. 2, അധികാരം നടത്തുന്ന ശക്തികൾ. 3, അന്ധകാരത്തിന്റെ ഈ ലോകത്തിന്റെ അധിപതിയായവൻ. 3, സ്വർലോകങ്ങളിൽ വസിക്കുന്ന ദുഷ്ടാത്മശക്തി. എല്ലാം വിവരിക്കാൻ നീണ്ട ദിവസങ്ങൾ വേണം. ഇന്നും ഞായറാഴ്ചയുമായിട്ടൊക്കെ ഇതിൻ്റെ ചില ഭാഗങ്ങൾ വിവരിച്ചു തരാം. 1-ാമത്തെ ഭാഗം എടുക്കുക, വാഴുന്ന ശക്തി. സർവശക്തനായ ദൈവം മനുഷ്യനെ ഭൂമിയിലാക്കി വെച്ചു. മനുഷ്യനോട് ഉൽപ്പത്തിയിൽ പറയുന്ന ഒരു വാഗ്ദത്തമുണ്ട്, നീ ഭൂമിയിലുള്ള സകലത്തിന്മേലും വാഴണം. വാഴാൻ അനുവാദം കിട്ടിയ മനുഷ്യകുലം ഇപ്പോൾ അവരുടെ മേൽ മറ്റൊരു ശക്തി വാഴുക. ദൈവത്തിന് സ്തോത്രം. പൈശാചിക ശക്തി വാഴുക. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയുക, നിന്റെ വീടിൻ്റെ മേലോ നിന്റെ കുടുംബത്തിന്മേലോ നിന്റെ തലമുറമേലോ അരുതാത്തത് എന്തെങ്കിലും വാഴുന്നുണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചോ, ആ വാഴുന്ന ശക്തിമേൽ നിനക്ക് ജയമുണ്ട്. ഓ ഹല്ലേലൂയ. റബ ഹസ്തന പ്രഭാതകസ്. വേദപുസ്തകത്തിൽ വാഴുന്നൊരു സ്പിരിറ്റിനെ ഞാൻ കാണിക്കാം. സ്തോത്രം. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം എടുക്കാം. 8-ാം അധ്യായം എടുക്കാം. 29-ാം വാക്യത്തോടെ ദൂത് ആരംഭിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. ഇവിടുന്ന് വിവരണം വരാൻ പോകുന്നു. അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരുന്നു. അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു. അവനെ ചങ്ങലയും വിലങ്ങുമിട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്യും. ഇവിടെ ഗദരദേശത്തെ മനുഷ്യനെ കുറിച്ച് ലൂക്കോസ് വിവരിക്കുന്ന ഭാഗമാണ് വായിച്ചത്. ഇനി വായിക്കുന്ന ആൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലെ സ്ക്രീനെ വരുന്നോന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ഇത് കാണട്ടെ, അല്ലെ നിങ്ങൾ എന്നെ നോക്കിയിരുന്നേ. ഇന്നൊരു ദൂതിൻ്റെ വിവരണം പറയുക. ഇവിടെ നിങ്ങൾക്കറിയാം 6000-ഓളം ദുർഭൂതം ഒരു മനുഷ്യനെ ഒരേ സ്ഥലത്ത് കോട്ട കെട്ടിയിട്ടേക്കുക. സ്തോത്രം. 2 പ്രത്യേകതകൾ അവനിലുണ്ട്. 1, അതവനെ കാടുകളിലേക്ക് ഓടിക്കും. 2, അവനെ കല്ലറകളിലേക്ക് ഓടിക്കും. 3, തന്നെത്താൻ കല്ലുകൊണ്ട് ചതയ്ക്കും. ഒരു സർക്കിളിൽ തന്നെ കിടന്ന് ഇവൻ കറങ്ങുക. ജീസസ്, എൻ്റെ കർത്താവ് അവിടോട്ട് വെളിപ്പെട്ടത് എന്തിനാ? ശത്രു വരച്ച കോട്ടയ്ക്കകത്തു നിന്ന് ഇവനെ പുറത്തിറക്കാൻ വേണ്ടിയാ. ഞാൻ ഇതിനൊരു ദൂത് പറയാം. ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടൊരു കാര്യം കൂടെ പറയാം. സ്തോത്രം. അതിപ്പം നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഇച്ചിരൂടെ കയറുമ്പോൾ മനസ്സിലാകും. ഞാൻ പല ആൾക്കാരുമായിട്ട് അടുത്തിടപെടുന്ന ആൾക്കാരാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യം പറയാം. സ്തോത്രം. എൻജിനീയറിങ് BTech കഴിഞ്ഞിട്ട് MTech പാസ്സായ ഒരു മനുഷ്യനെ, ഒരു പയ്യനെ എനിക്കറിയാം. അവന് ആദ്യമേ സ്തോത്രം കൊച്ചിയിലൊരു കമ്പനിയിലാണ് ജോലി ചെയ്തേ. അത് കഴിഞ്ഞ് അവൻ കുവൈറ്റിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ദുബായ് ജോലി ചെയ്തു. സ്തോത്രം. അങ്ങനെ ദുബായ് ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ ആ ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടത്. അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്. ഞാൻ വിവാഹിതനല്ല. വയസ്സ് 31 ദൈവത്തിന് സ്തോത്രം. എനിക്ക് വിവാഹം നടക്കുന്നില്ല. പാസ്റ്ററെ, ഞാൻ എൻ്റെ കാര്യമൊന്ന് പറയട്ടെ. എൻ്റെ അപ്പൻ്റെ കാലം മുതൽ എനിക്ക് കടവാ പാസ്റ്ററെ. ഞാൻ ദൈവത്തിന് സ്തോത്രം BTech കഴിഞ്ഞു, MTech കഴിഞ്ഞു. എനിക്ക് സാമാന്യമായ ജോലി ചെയ്താൽ പോലും ഒരു 2 ലക്ഷം രൂപ ശമ്പളം കിട്ടാൻ പറ്റുന്നവനാ. ഇന്ന് വരെ 25,000 രൂപ കൂടുതൽ എനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. കൊല്ലം കുറച്ചായിട്ട് ദൈവത്തിന് സ്തോത്രം എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാൻ ഒരേ സർക്കിളിൽ തന്നെ കിടന്ന് കറങ്ങുക. എൻ്റെ ശമ്പളത്തിൻ്റെ സ്കെയില് 25,000 താഴെയാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് പാസ്റ്ററെ
ഞാനൊരു 30,000 രൂപ ശമ്പളം വാങ്ങിച്ചത്, ഒപ്പം തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവൻ 1.25 ലക്ഷം രൂപ അതേ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. എന്താ പാസ്റ്ററെ ഞാൻ മാത്രം ഇങ്ങനെ കടന്ന് കറങ്ങുന്നേ? സ്തോത്രം. ഒരു വ്യക്തിയെ ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടു. ആ പുള്ളിക്കാരനൊരു ഡോക്ടറാണ്. സ്തോത്രം. അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റലിൽ ഇഷ്ടം പോലെ പേഷ്യൻ്റുള്ളൊരു ഡോക്ടറാണ്. പുള്ളി എന്നോട് പറയുക, പാസ്റ്ററെ 30 ദിവസമുണ്ടെങ്കിൽ 15 ദിവസം ജോലി ചെയ്യാൻ പറ്റത്തില്ല. എനിക്കൊരു വലിയ തലവേദന. എനിക്ക് എൻ്റെ ഭാര്യയുടെ കൂടെ ഒരു സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു സ്ഥലത്ത് പോകാൻ, ഊട്ടിയിൽ ആദ്യമായിട്ട് പോകാൻ പോയി, പകുതി വഴിക്ക് നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ബ്രദറെ, ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾക്കൊന്നും കഴിയുന്നില്ല. ഹോസ്പിറ്റലിൽ രോഗിയുമായിട്ട് ഒരേ സർക്കിളിൽ ഞാൻ കടന്ന് കറങ്ങുക. ഇങ്ങനെ കറങ്ങി ഞാൻ മരിച്ചു പോവുമോ? ഞാൻ എല്ലാം കൂടെ ഒന്ന് കൂട്ടി വായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നിന്നെ ഒരു പരിധിക്കപ്പുറത്തോട്ട് വിടാതെ നിനക്ക് ചുറ്റും കോട്ട കെട്ടിയിട്ട് നിന്നിലെ കഴിവുകളെ ബന്ധിച്ചിട്ട് മാറിയെന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് നസ്രയൻ ഇടപെടാനുണ്ട്. ഞാൻ പറയാം, ഇച്ചിരി ഡീപ്പായിട്ട് ഈ ദൂതിൽ നിന്ന് ഇറങ്ങാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. ഇന്നൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കീറുന്നു, വിട്ടുമാറടാ പിശാചേ. ഒരു അധികാരത്തിന്റെ സ്വരം, ഒരു വിടുതലിന്റെ ധ്വനി ഞാനിവിടെ കേൾക്കുകയാണ് യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ നാമത്തില് പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ഇങ്ങനല്ല സംഭവിക്കേണ്ടത്. ഇന്ന് നിന്റെ സർട്ടിഫിക്കറ്റിന്റെ മേൽ വരെ വിടുതൽ തരും. എനിക്ക് ദൈവാത്മാവ് പറയാം, ആര് നിനക്ക് ബൗണ്ടറി കെട്ടിയോ ആ ബൗണ്ടറിയെ പൊളിക്കുന്ന ഒരു അഭിഷേകം. വാഴുന്ന ശക്തികൾ, വാഴുന്ന ശക്തികൾ, വാഴുന്ന ശക്തികൾ. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവര് ചെയ്യാത്ത ബിസിനസ് ഇല്ല, അവര് പോകാത്ത രാജ്യമില്ല. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഞാൻ പരിചയപ്പെട്ടപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് എന്തെല്ലാം ഡിഗ്രി ഉണ്ടെന്നറിയാമോ? അവൻ അതെല്ലാം കൂടെ വിവരിച്ചു. എൻ്റെ തലവരെ മത്ത് പിടിച്ച പോലെ ആയിപ്പോയി. ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടെന്ന്. ദുബായിലുണ്ടായിരുന്നു 3 വർഷം, കുവൈറ്റിലുണ്ടായിരുന്നു 2 വർഷം, സിംഗപ്പൂരിലുണ്ടായിരുന്നു 3 വർഷം, അമേരിക്കയിലുണ്ടായിരുന്നു 7 വർഷം. വിവരിക്കുക, രാജ്യങ്ങളുടെ ലിസ്റ്റ് നിരത്തുക. ഞാൻ ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട്? 3.5 കോടി രൂപ കടമുണ്ട്. അവൻ പോകാത്ത രാജ്യമില്ല. പക്ഷെ ഏതോ ഒരു സ്പിരിറ്റ് അവനെ ഓടിക്കുക. ഇന്ന് പരിശുദ്ധാത്മാവ് പറയാം, നിന്റെ ദൈവത്തിന്റെ നല്ല ആത്മാവ് നിന്നെ നേർനിലത്തുകൂടെ നടത്തണം.